സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ചതുർത്ഥ സ്കന്ധത്തിൽ 4 കഥകളാണ് വർണ്ണിക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പരമമായിരിക്കുന്ന ധർമ്മം ഭഗവാനെ ഉപാസിക്കലാണ് എന്ന് കാണിക്കുന്നതായ ദക്ഷയാഗം ചരിത്രം, അതാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. സാക്ഷാൽ ഭഗവാനെ ഉപാസിച്ച് പരമമായിരിക്കുന്ന ധർമ്മത്തിലൂടെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഭഗവാനോട് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ നാശമാണ് ഉണ്ടാവുക. ദക്ഷൻ മഹാദേവൻ പറയുന്നതിനെ ഒന്നും അംഗീകരിച്ചില്ല. ദക്ഷൻ്റെ തല തന്നെ പോയി. ആലോചിച്ചു നോക്കൂ, നല്ല ഒരു ശിരസ് കിട്ടിയിട്ടും ആ ശിരസ് കൊണ്ട് വേണ്ട രീതിയിൽ ഭഗവാനെ ഉപാസിക്കാതെ ഭഗവാനോട് എതിരിട്ട ആ ദക്ഷന് ഇപ്പോൾ ആടിൻ്റെ ശിരസ്സാണ് കിട്ടിയത്. അപ്പോൾ ആടിൻ്റെ നാവിലൂടെ എങ്ങനെയുള്ള വാക്കാണോ വരിക, അതാണ് പിന്നെ ആ ദക്ഷനിൽ നിന്ന് വരുന്നത്, അല്ലേ? ആട് സ്തുതിക്കുന്ന സമയത്ത് ആടിൻ്റെ നാവിൽ നിന്ന് ഏത് വാക്കാണ് നമ്മൾ കേൾക്കുക? ആട് കരയണത് കേട്ടല്ലേ? ഏത് വാക്കാ കേൾക്കുക? മേ എന്നാ കേൾക്കുക, അല്ലേ? മേ മേ ഏകാദശ ചമേ. ഏകാദശ ചമേ. മേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് എന്നർത്ഥം. അതും എനിക്ക്, അതും എനിക്ക്, അതും എനിക്ക്. സ്വാർത്ഥ മനോഭാവം, അല്ലേ? സ്വാർത്ഥത. മേ 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 എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത. ഇപ്പോഴും അതും എനിക്ക് വേണേ, എനിക്ക് വേണേന്ന്. അപ്പോൾ ദക്ഷൻ തൻ്റെ പേര് പോലെ തന്നെ സ്വാർത്ഥനായിട്ടതാ മാറുന്നു. പിന്നെയും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നല്ല മനുഷ്യ ശരീരം കിട്ടിയിട്ട് ആ മനുഷ്യ ശരീരം കൊണ്ട് ഭഗവാനെ ഉപാസിക്കാതെ ഈ പ്രകൃതിയിലേക്ക് മാത്രം നമ്മൾ മനസ്സ് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെയും അവർക്ക് ദുഃഖമാണ്, ദുരിതമാണ് ഇതാ ഉണ്ടാവുക. ദക്ഷപ്രജാപതിയുടെ ചരിത്രത്തിലൂടെ അതാ വർണ്ണിച്ചു. ഇവിടെ സ്വയംഭുവ മനുവിൻ്റെ വംശമാണ് വർണ്ണിച്ചു വരുന്നത്. സ്വയംഭുവ മനു ശതരൂപയെ വിവാഹം കഴിച്ചു. അതിൽ 5 കുട്ടികളുണ്ടായി. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ആഹൂതി, ദേവഹൂതി, പ്രസൂതി, ഇങ്ങനെ 3 പെൺകുട്ടികൾ. പ്രിയവ്രതൻ, ഉത്താനപാദൻ, 2 ആൺകുട്ടികൾ. അതിൽ മധ്യമ പുത്രിയായിരിക്കുന്ന ദേവഹൂതി ദേവിയെ ഇപ്പോൾ കർദമ പ്രജാപതി വിവാഹം കഴിച്ച് അതിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ കപിലവാസുദേവരായി അവതരിച്ച് അമ്മയെ മുൻനിർത്തി ഈ ലോകത്തിന് ഉപദേശങ്ങൾ തന്നതിനെ, ആ കാപിലത്തിനെ നമുക്ക് തൃതീയ സ്കന്ധത്തിൽ കേൾക്കാനായിട്ട് ഇതാ സാധിച്ചു. പിന്നീടാണ് ആദ്യപുത്രിയായ ആകൂതി ദേവി. ആ ആകൂതി ദേവിയെ രുചി പ്രജാപതിയാണ് വിവാഹം കഴിച്ചത്. വംശം വർണ്ണിച്ച് വരുന്ന സമയത്ത് സാക്ഷാൽ ഭഗവാൻ തന്നെ ഇവിടെ യജ്ഞനായിട്ട് അവതരിച്ചതും ഭഗവാന്റെ തന്നെ അംശമായി ഭഗവാന്റെ ഭാര്യയായിരിക്കുന്ന ലക്ഷ്മി ഭഗവതി ദക്ഷിണ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ഇവിടെ അവതരിച്ച ചരിത്രം നമുക്ക് കേൾക്കാനായിട്ട് ഇതാ സാധിച്ചു. പിന്നെയാണ് ഉത്താനപാദ മഹാരാജാവിൻ്റെ കഥ വർണ്ണിക്കുന്നത്, അല്ലെ? പ്രസൂതി ദേവിയുടെ കഥ. പ്രസൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അനവധി കുട്ടികളുടെ അമ്മ. അനവധി കുട്ടികൾ, 16 പെൺകുട്ടികളാണ് ദക്ഷപ്രജാപതിക്ക് ആ പ്രസൂതി ദേവിയിൽ ഇതാ ഉണ്ടായത്. അതിൽ 16ാമത്തെ പെൺകുട്ടിയാണ് ആര്? 16ാമത്തെ പെൺകുട്ടി സതീദേവി. ആ സതീദേവിയെ മഹാദേവൻ വിവാഹം കഴിച്ച് ദക്ഷയാഗം ചരിത്രം അതും നമുക്ക് കേൾക്കാനായിട്ട് ഇതാ സാധിച്ചു. ഇനി പറയാനുള്ളത് 2 ആൾക്കാരുടെ കഥയാണ്. ആരുടെയൊക്കെയാണ്? ഉത്താനപാദ മഹാരാജാവിൻ്റെയും പിന്നെ പ്രിയവ്രതൻ്റെയും കഥ. അതിൽ ഉത്താനപാദ മഹാരാജാവിൻ്റെ ചരിത്രം വർണ്ണിക്കാൻ പുറപ്പെട്ടു. ഉത്താനപാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വന്തം കാലിൻ്റെ മോള് നിൽക്കാൻ വയ്യാത്ത ആൾക്കാരെയാണ് എന്ത് പറയുക? ഉത്താനപാദൻ എന്ന് പറയുക, അല്ലേ? സ്വന്തം കാലിൻ്റെ മോള് നിൽക്കാൻ വയ്യാത്തവർ. എപ്പോഴാണ് ഒരു പുരുഷനെ സ്വന്തം കാലിൻ്റെ മോള് നിൽക്കാൻ വയ്യാതാവുക? കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രയാ. കല്യാണം കഴിയുന്നത് വരെ ഉള്ളൂ സ്വാതന്ത്ര്യം. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള സ്ഥിതി പറയാതിരിക്കുക ഭേദം. മാത്രമല്ല, ഒരു കാല് പൊന്തിച്ച് വെച്ചയാളെയാണ് ഉത്താനപാദൻ എന്ന് പറയുക. കാല് മുകളിലും തല താഴ്ത്തും, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഉത്താനപാദൻ എന്ന് ഇതാ പറയുക. അങ്ങനെ ഉത്താനപാദ മഹാരാജാവ് 2 വിവാഹം കഴിച്ചു. എന്താ സ്ത്രീകളുടെ പേര് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്താണ്? ആദ്യത്തെ ആളുടെ പേര്
എന്താണ്? സുരുചി, സുനീതി, 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. പേര് പോലെ തന്നെയായിരുന്നു അവരുടെ സ്വഭാവം. സുനീതി എന്ന് പറഞ്ഞാൽ നീതിയോട് കൂടിയ സ്ത്രീ എന്നർത്ഥം. സുരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നല്ല രുചി, രുചിക്ക് കൂടുതൽ പ്രാധാന്യം. തൻ്റെ വാക്കുകളെ കൊണ്ടും തൻ്റെ ആടയാഭരണങ്ങളെ കൊണ്ടൊക്കെ തൻ്റെ ഭർത്താവിനെ തൻ്റെ അടുത്തേക്കാക്കി മാറ്റി എന്നർത്ഥം. അതാണ് സുരുചി എന്ന് പറഞ്ഞ അർത്ഥം. ആരെയാണ് അവിടെ സുരുചി എന്ന് പറയുന്നത്? ആരെയാണ്? ഈ പ്രകൃതിയെയാണ് സുരുചി എന്നതാ പറയുന്നത്, അല്ലേ? നമുക്കൊക്കെ എന്തിനാ കൂടുതൽ ഇഷ്ടം? നീതിയിലേക്കാണോ, ധർമ്മത്തിലേക്കാണോ, അല്ലെങ്കിൽ പ്രകൃതിയിലേക്കാണോ? തൻ്റെ ഈ ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് ഏതൊരാളുകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതാണ് സുരുചി എന്ന് പറഞ്ഞാൽ അർത്ഥം, അല്ലേ? അങ്ങനെ സുനീതി, സുരുചി, 2 ഭാര്യമാര്. ആ ഭാര്യമാരിലൊക്കെ കുട്ടികളുണ്ടായി. സുനീതിയിൽ ഉണ്ടായ ഉണ്ണിയുടെ പേരാണ് എന്ത്? ധ്രുവൻ. ധ്രുവൻ എന്നാണ് ആ ഉണ്ണിയുടെ പേര്. ധ്രുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ധ്രുസ്ഥൈര്യേ എന്ന് പറയും. ധ്രുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ച വിശ്വാസത്തോടു കൂടിയവൻ, ഭഗവാന്റെ പാദങ്ങളിലുള്ള ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണ് ആ ഉണ്ണിക്ക് ധ്രുവൻ എന്നുള്ള പേര് തന്നെ ഇതാ കിട്ടിയത്. സുരുചിയിലുണ്ടായ ഉണ്ണിയാണ് ആര്? ഉത്തമൻ. ഇങ്ങനെ 2 കുട്ടികൾ അതാ ഉണ്ടായി. അതിൽ ഒരിക്കൽ ഈ ധ്രുവകുമാരൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടപ്പോൾ 2ാനമ്മ സുരുചി മാതാവ് വന്ന് പറഞ്ഞു, തൻ്റെ കുട്ടികൾക്ക്, കണ്ട കുട്ടികൾക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമല്ല മഹാരാജാവിൻ്റെ മടിത്തട്ട്. ഇനി നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ജീവിതത്തിലുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കും. എപ്പോൾ? നീ എന്ത് വേണം? എൻ്റെ ഉദരത്തിൽ വന്ന് പറക്കണം. എൻ്റെ ഉദരത്തിൽ വന്ന് പറക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം കാട്ടിലേക്ക് പോവുക, ഭഗവാനെ തപസ് ചെയ്യുക. അപ്പോൾ ഭഗവാൻ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഭഗവാനോട് പറയുക, എന്നെ ഒന്ന് കൊന്നു തരണേ ഭഗവാനെ. എന്നിട്ട് നീ എൻ്റെ വയറിൻ്റെ ഉള്ളിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ നടക്കുക ആ മഹാരാജാവിൻ്റെ മടിത്തട്ടിലിതാ കയറിയിരിക്കാം എന്ന് കേട്ടതോട് കൂടിയിട്ട് ധ്രുവകുമാരൻ അവിടെ നിന്ന് കരഞ്ഞ് അമ്മയുടെ അടുത്ത് എത്തിച്ചേർന്നു. എന്താ അമ്മയുടെ പേര്? സുനീതി എന്ന്. എന്നിട്ട് ധ്രുവകുമാരൻ പറഞ്ഞു, അമ്മേ, എന്നെ സുരുചി മാതാവ് വേണ്ടാത്തത് പറഞ്ഞു. അപ്പോൾ സുനീതി ചോദിച്ചു, എന്താ പറഞ്ഞത്? കാട്ടിലേക്ക് പോയി ഭഗവാൻ ഉപാസിക്കണം എന്നല്ലേ പറഞ്ഞത്? ഭഗവാൻ ഉപാസിക്കാൻ ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് നല്ലതാണ്. അത് ആര് പറഞ്ഞു എന്നുള്ളതിനല്ല പ്രാധാന്യം, എന്ത് പറഞ്ഞു എന്നുള്ളതിനാ പ്രാധാന്യം, അല്ലേ? ഭഗവാൻ ഉപാസിക്കാനല്ലേ പറഞ്ഞത്? അത് നല്ലതാണ് ഉണ്ണി. മാ അമംഗളം താത പരേഷ്വമം സ്ഥാ. മാ അമംഗളം, അത് അമംഗളമല്ല, മംഗളമായിട്ടുള്ള കാര്യമല്ലേ? ഭഗവാൻ ഉപാസിക്കുക എന്നുള്ളത് മംഗളമായിട്ടുള്ള കാര്യമാണ്. എന്നാ ശരി കേട്ടോ അമ്മേ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ധ്രുവകുമാരൻ വേഗം കാട്ടിൽ എത്തിച്ചേർന്നു. എവിടെ? ഉത്തർപ്രദേശിലുള്ള വൃന്ദാവനത്തിൻ്റെ അടുത്ത്, അല്ലേ? 12 വനങ്ങളാണ് വൃന്ദാവനം. അതിൽ ഒരു വനമാണ് മധുവനം. ആ മധുവനത്തിലേക്കാണ് ഇപ്പോൾ ധ്രുവകുമാരൻ എത്തിച്ചേർന്നത്. ഇന്നും നമ്മൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ആ മധുവനം നമുക്ക് കാണാനായിട്ട് ഇതാ സാധിക്കും. വലിയ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു മഹർഷി ഇരിക്കുന്നുണ്ട്. ആ മഹർഷിയുടെ പേരാണ് നാരദൻ. നാരദ മഹർഷി. നാരദൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? നാരം ആത്മവിദ്യ പറയും. ആത്മവിദ്യയെ പ്രദാനം ചെയ്യുന്ന മഹർഷിയെയാണ് നാരദൻ എന്ന് പറയും. തൻ്റെ അടുത്ത് ആര് എത്തിച്ചേർന്നു എന്നല്ല നോക്കുക, അവർക്ക് ഈശ്വരോപാസനയ്ക്ക് യോഗ്യത ഉണ്ടോ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ നാരദ മഹർഷി ഇതാ ചെയ്തു കൊടുക്കും. രാജാവിൻ്റെ മകനാണോ, രാക്ഷസൻ്റെ മകനാണോ, അസുരൻ്റെ മകനാണോ, ഇതൊന്നും നോക്കുക പതിവില്ല. അതാണ് ഭഗവത് ഭക്തന്മാരുടെ പ്രത്യേകത. കൃപാലുഭി ലോകഹിതം വിചാര്യ. കൃപാലുക്കളാണ് മഹർഷീശ്വരന്മാർ എന്ന് പറയും. കൃപാലുക്കൾ. ഇപ്പോൾ ഈ ധ്രുവനിൽ ഒരു കൃപ ഉണ്ടായി നാരദ മഹർഷിക്ക്. നാരദ മഹർഷി ചോദിച്ചു, അല്ല ഉണ്ണി, ഈ കാട്ടിൽ എത്ര ക്രൂര മൃഗങ്ങളുണ്ട്, അതൊക്കെ താ എന്നെ ഉപദ്രവിക്കില്ലേ? നിനക്ക് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞ അയാൾ കേൾക്കാതിരിക്കില്ല. അതുകൊണ്ടതാ നീ എൻ്റെ കൂടെ വാ, ഞാൻ ആ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തരാ പറഞ്ഞു. അപ്പോൾ ധ്രുവകുമാരൻ നാരദ മഹർഷിയോട് ചോദിച്ചു, അങ്ങ് ശരിക്കുള്ള നാരദ മഹർഷിയാണോ?
നാരദ മഹർഷി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവാനെ ഉപാസിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നയാളാണ് നാരദ മഹർഷി എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഇപ്പോൾ അങ്ങ് ഭഗവാനെ ഉപാസിക്കാൻ ഇറങ്ങിത്തിരിച്ച എനിക്ക് ഈശ്വര കാര്യങ്ങളല്ല പറഞ്ഞു തരുന്നത്. പിന്നെയോ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം തന്നെയല്ലേ പറയണത്. ഹിതാർത്ഥം ജഗതോർക്കവൽ. ഈ ഭഗവത് ഭക്തന്മാർ എങ്ങനെയുള്ളവരാണ്? ഹിതാർത്ഥം ജഗത അർക്കവത്. അർക്കനെ പോലെ, സൂര്യനെ പോലെ ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനും പ്രകാശത്തിനെ പ്രദാനം ചെയ്യുന്ന ആൾക്കാരാണ് മഹർഷീശ്വരന്മാർ. അപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രകാശം ഉണ്ടാവുന്ന, പരമമായിരിക്കുന്ന ജ്ഞാനമുണ്ടാവുന്ന കാര്യങ്ങളെ അങ്ങ് പറഞ്ഞു തരൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒറ്റബ്രാഹ്മണനായിട്ട് മുന്നിൽ നിൽക്കാൻ പാടില്ല. ഒറ്റബ്രാഹ്മണനെ കണ്ട് എന്തിനിറങ്ങി തിരിച്ചാലും നേരെയാവും തോന്നില്ല. മാറിക്കൂ, ഞാൻ ഭഗവാൻ ഉപാസിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞതോടുകൂടി ആ ധ്രുവകുമാരൻ്റെ ദൃഢനിശ്ചയത്തിനെ നാരദ മഹർഷിക്ക് ഇതാ മനസ്സിലായി. അങ്ങനെ നാരദ മഹർഷി അവിടെ ഇരുന്ന് ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി, ഭഗവാനെ ഉപാസിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ജപയജ്ഞം. ജപയജ്ഞം, ജപിക്കുക, ഭഗവാന്റെ നാമം ഇങ്ങനെ ജപിച്ചോളൂ എന്ന് പറഞ്ഞ് 12 അക്ഷരമുള്ളതായ ഒരു മഹാമന്ത്രം പറഞ്ഞു കൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ 7 ദിവസം ഇടതടവില്ലാതെ ഈ മന്ത്രം ജപിച്ചാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതായ കിന്നരന്മാര്, അപ്സരസ്സുകൾ, ഇവരൊക്കെ ഇപ്പോൾ ഈ കണ്ണുകൊണ്ട് തന്നെ നേരിട്ട് കാണാൻ സാധിക്കുന്നും കൂടി ധ്രുവൻ കേട്ടപ്പോൾ ധ്രുവന് സന്തോഷമായി. ഭഗവാന്റെ രൂപം എന്താന്നുള്ളത് നിനക്കറിയോ? ഇല്ലെങ്കിൽ പറഞ്ഞുതരാന്ന് പറഞ്ഞ് ഇപ്പോൾ നാരദ മഹർഷി സാക്ഷാൽ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ നാരദ മഹർഷി ധ്രുവനെങ്ങനെ പറഞ്ഞു കൊടുത്തു. ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിൻ്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട നുറിഞ്ഞുടത്ത് അരയിൽ വലിയ സ്വർണ്ണാഭരണം ചാർത്തി വനമാലയണിഞ്ഞ് രത്നമാലകളണിഞ്ഞ് സ്വർണ്ണമാലകളണിഞ്ഞ് മുത്തുമാലകളണിഞ്ഞ് തുളസിമാലകളണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകളണിഞ്ഞ് സ്വർണ്ണവളകളണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട് തൃക്കണ്ണെഴുതി ഗോപിക്കുടി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിൻ്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ അങ്ങനെ നാരദ മഹർഷി പറഞ്ഞു തരുമ്പോൾ ഉണ്ണിയായ 5 വയസ്സ് മാത്രം പ്രായമായ ധ്രുവകുമാരൻ്റെ മനസ്സിൽ കൊത്തിവെച്ച രൂപം പോലെ ഇപ്പോൾ ഭഗവാനെ നന്നായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഭഗവാന്റെ സ്വരൂപത്തിനെ മനസ്സിലേക്ക് ധ്യാനിക്കണം. മഹർഷി പറഞ്ഞു തന്നതായിരിക്കുന്ന മന്ത്രത്തിനെ അങ്ങനെ ജപിച്ചു. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് 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 ഇടയ്ക്കങ്ങനെ സമാധിയിലായിട്ട് മാറൂത്രേ. ആ സമാധിയിൽ നിന്ന് ഉണരുമ്പോൾ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടെച്ചാൽ എടുത്ത് കഴിക്കും. ചിലപ്പോൾ ഉണങ്ങിയ ഇലയൊക്കെ അത്രയും കിട്ടുക, അതാണുള്ളത് വെച്ചാൽ അത് എടുത്ത് കഴിക്കും. ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല വെച്ചാൽ അതും കഴിക്കില്ല. ഇങ്ങനെ കേവലം 6 മാസം കഴിഞ്ഞതോടുകൂടി ഭൂമിദേവിക്ക് പോലും ഇവിടെ നിൽക്കാൻ വയ്യാതായി മാറി. ആന കയറിയ തോണി പോലെയായിട്ട് മാറിയത്രേ ഭൂമി, അല്ലേ? ആന തോണി കയറി കഴിഞ്ഞാലുള്ള സ്ഥിതി നമുക്ക് നന്നായിട്ട് അറിയാലോ, അല്ലേ? നമ്മൾ തന്നെ ഈ തോണി കയറുന്ന സമയത്ത് തോണി തുഴയുന്ന ആള് പറയും, എന്ത് നിങ്ങൾ വല്ല കുച്ചിപ്പിടി ഡാൻസൊക്കെ കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് വെച്ചാൽ എവിടുന്ന് മതി? പുറത്തുനിന്ന് മതി, ഇത് കയറിയിട്ട് വേണ്ട പറയും, അല്ലേ? ആനയുടെ പ്രത്യേകത എന്താ? ആന അനങ്ങാതെ നിൽക്കില്ല പറയും, അല്ലേ? ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഒരു സ്ഥലം, എന്താ അനങ്ങാടിയോ, എന്താ ആന അനങ്ങില്ല അത്ര, അല്ലേ? അനങ്ങാതെ നിൽക്കുന്ന, എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ നിൽക്കുള്ളൂ. ഒന്നെങ്കിൽ കാലൊന്ന് അങ്ങോട്ട് വയ്ക്കും, ഇല്ലാച്ചാൽ കയ്യൊന്ന് അങ്ങോട്ട് വയ്ക്കും, അല്ലേ? നമ്മളെ പോലെ തന്നെയാണ്. ഒരാവശ്യമില്ലാച്ചാലും നമ്മൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ടും നോക്കും, കൈകൊണ്ടൊന്നും ഇവിടെ ചോറും ഒരാവശ്യമില്ലാതെ വെറുതെ ഓരോന്നും നമ്മൾ ചെയ്യാം. അതേപോലെയാണ് ആന. അങ്ങനെയുള്ള ആന തോണി കയറി കഴിഞ്ഞാലോ തോണി വീഴും. ഇപ്പം ഭൂമിദേവി അങ്ങനെ ആയിട്ട് മാറിയത്രേ. അങ്ങനെ ആ ഭൂമിദേവി പോലും പ്രയാസപ്പെട്ട് ദേവന്മാരോടുകൂടി ഔത്താനപാതി മയി സംഗതാത്മാ സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഉപാസിച്ചു. ഭഗവാൻ വന്ന് പറഞ്ഞു, ഉത്താനപാദിൻ്റെ പുത്രനായിരിക്കുന്ന ധ്രുവകുമാരൻ്റെ തപസ്സാണ് ഇതിനൊക്കെയുള്ള കാരണം.
ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ധ്രുവന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടാന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ എങ്ങനെ ധ്രുവകുമാരൻ്റെ മുന്നിലേക്ക് അതാ എത്തിച്ചേർന്നു. സ്വവൈധിയാ യോഗവിപാക തീവ്രയ ഹൃത്പത്മകോശേ സ്ഫുരിതം തടിൽ പ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ. ഇപ്പോൾ ഗരുഡൻ്റെ പുറത്ത് 4 കൈകളിൽ ആയുധങ്ങളൊക്കെ ആയി പീതാംബരപ്പടമൊക്കെ കൊടുത്ത് ഗരുഡൻ്റെ പുറത്തങ്ങനെ ഭഗവാൻ കുറേ നേരം വന്നിരുന്നു. അത്ര എന്തായിട്ടും ധ്രുവൻ കണ്ണുറക്കണില്ല. ഭഗവാൻ കുറേ നേരമായി കാത്തു നിൽക്കണു. എന്തുകൊണ്ടാണ് ധ്രുവൻ കണ്ണ് തുറക്കാത്തത്? നാരദ മഹർഷി പറഞ്ഞു തന്നതായ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ ഉള്ളിൽ കണ്ട് പരമമായിരിക്കുന്ന ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാ കണ്ണ് തുറക്കാൻ സാധിക്കുക? എന്തായിട്ടും കണ്ണ് തുറക്കണില്ല ധ്രുവൻ. അപ്പോൾ ഭഗവാൻ ഒരു കാര്യം ചെയ്തു. തദ്ദർശനാഗത സാധ്വസക്ഷിതൗ അവന്തദാംഗമ്യനമയ്യദണ്ഡവൽ ദൃഗ്ഭ്യാം പ്രപശ്യൻ പ്രപിപന്നിവാർഭകശ്ചുംബന്നിവാസ്യേന ഭുജൈരിവാശ്രിഷൻ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ. ധ്രുവകുമാരൻ്റെ ഉള്ളിലുള്ളതായ തൻ്റെ ആ രൂപത്തിനെ ഭഗവാൻ അങ്ങോട്ട് മറച്ചതോടുകൂടി തിരോഹിതം തദവസ്ഥം ദദർശ. ഏത് രൂപത്തിലാണോ താൻ ഉള്ളിൽ ഭഗവാനെ ധ്യാനിച്ചത് ആ രൂപത്തിനെ തന്നെ കണ്ണിൻ്റെ മുന്നിൽ ഇപ്പോൾ കാണാനായിട്ടതാ സാധിച്ചു. ഹൃൽ പത്മകോശേ സ്ഫുരിതം തടിൽ പ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ. നമ്മളെ ഹൃദയത്തിൽ എന്താണോ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് രൂപത്തിനെയാണോ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി മുന്നിലേതാ എത്തിച്ചേരുക എന്നുള്ള രീതിയിൽ ധ്രുവകുമാരൻ്റെ മുന്നിൽ അങ്ങനെ അതിമനോഹര സ്വരൂപത്തിൽ അങ്ങനെ ഭഗവാൻ ഇതാ ആവിർഭവിച്ചു. ഭഗവാൻ വിചാരിച്ചു ഈ ഉണ്ണിയുടെ ചിലപ്പോൾ എഴുത്തിനിരുത്തലൊന്നും കഴിഞ്ഞുണ്ടാവില്ല, എന്നാൽ ഞാൻ തന്നെ ആവാം എഴുത്തിനിരുത്തുക എന്നുള്ള രീതിയിൽ ഭഗവാൻ തൻ്റെ ജ്ഞാനമയമാകുന്ന ആ ശംഖ, പാഞ്ചജന്യം എന്ന പേരായിരിക്കുന്ന ശംഖ കയ്യിലേക്കെടുത്ത് ഇപ്പോൾ ആ ഉണ്ണിയുടെ കവിളിലൊന്ന് പോയിട്ടതാ തൊട്ടൂത്രേ. പസ്പർശബാലം കൃപയാ കപോലേ. കപോലത്തിൽ ഈ ശംഖ് കൊണ്ടൊന്ന് തൊട്ടതോടുകൂടി അല്ലേ, ശംഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനാ ശംഖ്? എന്താ അതിൻ്റെ തത്വം? എന്താണ്? ജ്ഞാനതത്വമാണ് ശംഖ് എന്നതാ പറയും. ഇപ്പം ജ്ഞാനതത്വമായിരിക്കുന്ന ശംഖ് കൊണ്ട് ഭഗവാൻ ഈ കപോലത്തിലൊന്ന് തൊട്ടതോട് കൂടിയിട്ട് അവിടെ നിന്നും വൈഖരിയായിക്കൊണ്ടത് ആ ശബ്ദം പുറത്തേക്കതാ വന്നു. ഇപ്പോൾ ധ്രുവകുമാരൻ അതിഗംഭീരമായിട്ട് ഭഗവാനെതാ സ്തുതിക്കണം. 12 അക്ഷരമുള്ള നാമം കൊണ്ടാണ് ഭഗവാനെ ധ്രുവകുമാരൻ സ്തുതിച്ചത്. 12 ആദിത്യന്മാരെ പോലെ 12 ശ്ലോകങ്ങളെ കൊണ്ടാണ് ധ്രുവകുമാരൻ ഭഗവാനെതാ സ്തുതിക്കുന്നത്. ഭാഗവതമൊക്കെ പഠിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതായിരിക്കുന്ന 12 ശ്ലോകമാണ് ധ്രുവൻ്റെ സ്തുതി. ഭാഗവതത്തിന് തന്നെ പല പ്രത്യേകതകളുണ്ട്. ഭാഗവതത്തിന് 12 സ്കന്ധമാണിതാ ഉള്ളത്. ഭാഗവതം പാരായണം ചെയ്യുന്ന ആളുകൾ എപ്പോഴും ജപിക്കേണ്ടതായിരിക്കുന്ന ഒരു മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. അതിൻ്റെ പ്രാധാന്യം നമ്മൾ രാവിലെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 12 അക്ഷരമുള്ള മന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ച ആ ധ്രുവകുമാരൻ 12 ശ്ലോകങ്ങളെ കൊണ്ട് ഇപ്പോൾ ഭഗവാനെതാ സ്തുതിക്കുന്നു. എന്താ ഈ 12 ശ്ലോകത്തിൻ്റെ പ്രത്യേകത? ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങളെയും അന്വയിക്കാൻ ഈ ശ്ലോകം മതി പറയും. അപ്പോൾ ഈ 12 ശ്ലോകവും പഠിച്ചു കഴിഞ്ഞാൽ ഭാഗവതം മുഴുവനും പഠിച്ചതിന് തുല്യമായിട്ടതാ മാറുന്നു. എന്താ ധ്രുവകുമാരൻ പറയണത്? യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. യഹ അന്തഃപ്രവിശ്യ. ഭഗവാനെ അങ്ങൊരു കാര്യം ചെയ്യണേ, എൻ്റെ അന്തഃപ്രവിശ്യ, എൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിയിരിക്കണേ ഭഗവാനെ. അപ്പം ചോദിച്ചു, എന്തിനാത് ധ്രുവകുമാര? മമ വാചമിമാം പ്രസുപ്താം. എനിക്ക് വാക്കുകളൊന്നും കിട്ടണില്ല, അതന്നെ. എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ അതാ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. എത്ര ഞാൻ വിചാരിച്ചിട്ടും ആ ഇന്ദ്രിയങ്ങളെ എനിക്ക് ഉണർത്താനായിട്ടതാ സാധിക്കുന്നില്ല. പ്രസുപ്താം അല്ലെ, ഉറങ്ങാന്നുള്ളതിന് സുപ്താം എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ അങ്ങനെയല്ല, പ്രസുപ്താം എന്നാ. പ്രസുപ്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ
എത്ര വിചാരിച്ചിട്ടും എനിക്കതിനെ ഉണർത്താൻ സാധിക്കുന്നില്ല. അവരങ്ങനെ ഉറക്കത്തിൽ തന്നെയാണ്. കണ്ണുറങ്ങാണ്, കാതുറങ്ങാണ്, മൂക്കുറങ്ങാണ്, കൈയുറങ്ങാണ്. ഒരു ഇന്ദ്രിയവും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല ഭഗവാനെ. അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്. അതിഗംഭീരമായിരിക്കുന്ന ധ്രുവകുമാരൻ്റെ ആ സ്തുതി വർണ്ണിച്ചു. ഭക്തിം മുഹുപ്രവഹതാം ത്വയിമേ പ്രസംഗോ. എൻ്റെ നാവിലൂടെ വരുന്നതായിരിക്കുന്ന വാക്കുകളൊക്കെ ഭക്തിം മുഹു, ഭക്തിം മുഹു. പിന്നെയും പിന്നെയും ഭക്തിയുള്ളതായിരിക്കുന്ന വാക്കുകൾ എൻ്റെ നാവിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയതാ വരണേ ഭഗവാനെ. നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്ത. ഭഗവൽ ഗുണകഥാമൃതപാനഭക്ത. എനിക്ക് ആ അങ്ങയുടെ അതിമനോഹരമായിരിക്കുന്ന കഥകളങ്ങനെ കേട്ട് 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 കഥകൾ കുടിച്ച് 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 അല്ലേ, കുറേ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ? അത് കുടിയന്മാരോട് ചോദിച്ചാൽ മനസ്സിലാവും, അവർ പറഞ്ഞു തരുക. കുറേ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മത്തന്മാരായിട്ട് തീരൂത്രേ. ശരീരബോധമൊന്നും ഇല്ലാതെ ഇങ്ങനെ പിന്നെ അവർ വിളിച്ച് പറയണത് കേൾക്കേണ്ടത് തന്നെയല്ലേ. അങ്ങനെ നന്നായിട്ട് കുടിച്ച ഒരാളുടെ കഥ കേട്ടിട്ടുണ്ടോ? നന്ദന ഒരു കുടിയുണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹം ഇങ്ങനെ കുടിച്ച് 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 ലക്കും ലഗാനും ഇല്ലാതെ പറഞ്ഞിടുങ്ങി. അത്ര എന്താണോ പറഞ്ഞത്? പരാ 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 അല്ലേ, പരാ 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 എന്ന് പറഞ്ഞിടുങ്ങി. ആരാ അത്? എഴുത്തച്ഛനാ. തറ കുടിച്ചു എന്നാ വിചാരിച്ചത് അല്ലേ. എന്താ കുടിച്ചത്? സാധാരണ ആൾക്കാർ 5:30 മണിക്ക് കുടിക്കണതല്ല. എന്താ കുടിച്ചത്? ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥാമൃതപാന ഭക്ത. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളെ, ആ അമൃത കഥകളെ ഇങ്ങനെ കുടിച്ച് 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 ആ ആനന്ദ സാഗരത്തിൽ മുങ്ങിക്കുളിക്കണമെന്ന് ഞാനിതാ ആഗ്രഹിക്കുന്നു ഭഗവാനെ. അതിഗംഭീരമായിട്ടുള്ള ആ ധ്രുവകുമാരൻ്റെ ആ സ്തുതി. ഗർഭേദ്യുമാൻ ഭഗവതേ പ്രണതോസ്മിതസ്മീയം വാശ്രയവ വത്സകമനുഗ്രഹകാതരോസ്മാൻ. വാശ്രയവ വത്സകമനുഗ്രഹകാതരോസ്മാൻ. ഇപ്പോൾ ഉണ്ടായതായിരിക്കുന്ന പശുക്കുട്ടികൾ. അപ്പോൾ പശുക്കുട്ടി അങ്ങോട്ട് ഓടിപ്പോണ സമയത്ത് പശു എന്ത് ചെയ്യും? അങ്ങോട്ട് നോക്കും. പശുക്കുട്ടി ഇങ്ങോട്ട് ഓടിപ്പോയി കഴിഞ്ഞാലോ തള്ളപ്പശു അങ്ങോട്ട് നോക്കും. ഇതേപോലെ ഞാൻ എങ്ങോട്ടൊക്കെയാണ് ഓടിപ്പോവാന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഭഗവാനെ. എന്നെ അങ്ങതാ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ എന്നുള്ള ധ്രുവകുമാരൻ്റെ സ്തുതിയൊക്കെ ഭഗവാൻ ഇതാ കേട്ടു. ധ്രുവകുമാരനോട് പറഞ്ഞു 36,000 കൊല്ലക്കാലം രാജ്യം ഭരിച്ചോളാനായിട്ട് പറഞ്ഞു. അതിഗംഭീരമായിരിക്കുന്ന രാജ്യഭാരം. അങ്ങനെ കാട്ടിൽ നിന്ന് തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നതോടുകൂടി അവിടെ ചെറിയമ്മയെ, രണ്ടാനമ്മയെ സുരുചി മാതാവിനെ കണ്ടു. സുരുചി മാതാവ് ആലോചിച്ചു, ധ്രുവൻ ഇനിയിപ്പോൾ എന്നെ കണ്ട എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ അടുത്തു നിന്നുള്ള ചീത്ത വാക്ക് കേട്ടിട്ടല്ലേ ഇപ്പം ഇവിടുന്ന് പോയത്. അപ്പോൾ ആ സുരുചി മാതാവിനെ കണ്ട ഉടനെ ധ്രുവകുമാരൻ എന്ത് ചെയ്തു? വീണ് നമസ്കരിച്ചു അത്രേ അല്ലേ. നിമ്നമാപ ഇവ സ്വയം. അതാണ് ഭഗവത് ഭക്തന്മാരുടെ പ്രത്യേകത. ഒരാളുടെ ജീവിതത്തിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ല, ഒരാളോടും ദേഷ്യം ഉണ്ടാകും. അല്ലെങ്കിൽ ആരോടും ദേഷ്യമില്ലാത്തവരെയാണ് എന്ത് പറയുക? ഭഗവത് ഭക്തന്മാർ എന്ന് പറയും. നമ്മളൊക്കെ ഭക്തന്മാരാണോ അല്ലയോ എന്ന് ആലോചിച്ചാൽ മനസ്സിലാവുക അല്ലേ. അപ്പം ആരോടും ദേഷ്യമില്ല വിചാരിക്കുക, അവരെയാണ് ഭക്തന്മാർ എന്ന് പറയുക. എന്നിട്ട് ആ സുരുചി മാതാവോട് പറഞ്ഞു, അമ്മ അന്ന് അങ്ങനെ എന്നോട് പറഞ്ഞില്ലായിരുന്നു വെച്ചാൽ എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് വീണതാ നമസ്കരിച്ചു. അതിഗംഭീരമായിരിക്കുന്ന രാജ്യഭാരം. ഉത്തമൻ കാട്ടുതീയിലെ പെട്ടതാ മരിക്കണം. അന്വേഷിച്ച് പോയി. ആ അമ്മയും കാട്ടുതീയിലതാ പെട്ടു. ഇങ്ങനെ യക്ഷന്മാരായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് അവസാന കാലത്ത് മൃത്യുദേവൻ തന്നെ ദാ മുന്നിൽ എത്തിച്ചേർന്നു. മൃത്യോർമൂർത്തിപദം ദത്വ. മൃത്യുദേവനെ പോലും ജയിച്ചുകൊണ്ടാണ് വിമാനത്തിലേക്ക് ആ ധ്രുവകുമാരൻ എന്താ കയറുന്നത്. അല്ലെ, ധ്രുവകുമാരൻ വിമാനത്തിലൂടെ വൈകുണ്ഠലോകത്തിലേക്ക് യാത്രയാവുമ്പോൾ ധ്രുവൻ പറഞ്ഞു, എൻ്റെ ഈ ഉയർച്ചയ്ക്കൊക്കെ ഉള്ള കാരണം എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് അമ്മ ഇല്ലാത്തതായിരിക്കുന്ന ഒരു ലോകം എനിക്കിത് ആവശ്യമില്ല. അതുകൊണ്ട് ഈ വിമാനം തിരിച്ച് പറത്താനായിട്ട് പറഞ്ഞു അത്രേ. അപ്പോഴാണ് വിമാനം ഓടിക്കുന്ന ആൾക്കാർ മുന്നിൽ പോകുന്നതായ വിമാനത്തിലുള്ള തൻ്റെ ആ അമ്മയെ ധ്രുവകുമാരനതാ കാണിച്ചു കൊടുത്തത്. ധ്രുവകുമാരൻ ഇന്നും ധ്രുവ നക്ഷത്രമായിക്കൊണ്ട്
നമ്മളത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണു. കാട്ടിലെ 2 ജീവജാലങ്ങളാണ് എന്ന് പറയും. ഒന്ന് സിംഹവും അതേപോലെ ചെന്നായയും. രണ്ടും ഓടും. ചെന്നായ മുന്നോട്ട് മാത്രം നോക്കിയിട്ടാണ് ഓടുക. എന്നാൽ സിംഹം 10 അടി നടന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കൂ അല്ലേ. ഇങ്ങനെ തിരിഞ്ഞു നോക്കി നടക്കുന്നത് കൊണ്ടാണ് കാട്ടിലെ രാജാവ് സിംഹമായിട്ട് മാറിയത് അല്ലേ. കാട്ടിലെ രാജാവ് ആരാ? ചെന്നായിയാണോ സിംഹമാണോ? സിംഹമാണ് രാജാവ്. എന്താ കാരണം? അത് തിരിഞ്ഞു നോക്കിയിട്ട് ഇതാ നടക്കും. തൻ്റെ ഉയർച്ചയ്ക്ക് കാരണക്കാരാരാണ് എന്ന് അന്വേഷിച്ച് അവരെ നമുക്ക് ബഹുമാനിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവരാണ് ഈ ലോകത്ത് എന്നും രാജ പദവിയിലതാ ഇരിക്കുന്നത്. തൻ്റെ അച്ഛനെ ബഹുമാനിച്ച്, അമ്മയെ ബഹുമാനിച്ച്, ഗുരുനാഥന്മാരെ ബഹുമാനിച്ച് എന്നും അവരോട് നമുക്കിതാ ബഹുമാനമുണ്ടോ എന്നാ സംശയമില്ല. നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മൾ തന്നെയാണ് രാജാവായിട്ട് ഇതാ ഇരിക്കുക അല്ലേ. അതാണ് ധ്രുവകുമാരൻ്റെ കഥയിലൂടെ അതാ വർണ്ണിക്കുന്നത്. ഹിത്വാർഭക ക്രീഡനകാനി മാതു ഗൃഹം ച വിഷ്ണും ശരണം യോ ജഗാമ. ഹിത്വാർഭക, അർഭകൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി. അപ്പോൾ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ നോക്കാൻ വേണ്ടി അമ്മമാർ വീടിൻ്റെ മുന്നിലുള്ള ആ മുറിയിൽ ഒരു പായൊക്കെ വിരിച്ച്, അല്ലെ ചെറിയ വസ്ത്രമൊക്കെ വിരിച്ച്, അല്ലെ മലന്ന് കിടക്കുന്ന കുട്ടികൾ, ആ കുട്ടികളെ നോക്കാൻ വേണ്ടി, കുട്ടി കരയാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ക്രീഡനകങ്ങൾ, കളിപ്പാട്ടങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പം കളിപ്പാട്ടം കണ്ടിങ്ങനെ കുട്ടി ഇരിക്കുമ്പോൾ, കളിപ്പാട്ടത്തിലേക്ക് കുട്ടി ശ്രദ്ധിക്കുമ്പോൾ കുട്ടി കരയില്ല എന്ന് മനസ്സിലായാൽ പിന്നെ അമ്മ എന്ത് ചെയ്യും? അമ്മ മെല്ലെ കുട്ടീൻ്റെ അടുത്തുനിന്ന് അടുക്കളയിൽ പോയി ഗ്യാസൊക്കെ ഓണാക്കി ഓരോ ജോലി ചെയ്യും അല്ലേ. എന്നാൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം താഴത്തേക്ക് വീണാലോ, താഴത്തേക്ക് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടി കരയും. കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ അമ്മ എന്താ ചെയ്യുക? അടുക്കളയിൽ നിന്ന് മെല്ലെ വന്ന് ഈ കളിപ്പാട്ടം എടുത്ത് കുട്ടിക്ക് ഇതാ കൊടുക്കും അല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? കളിപ്പാട്ടം ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് ഉറക്ക കരയും. അങ്ങനെയുള്ള കരച്ചിൽ കേട്ടാൽ അമ്മ എന്താ ചെയ്യുക? അമ്മ അകത്ത് ഗ്യാസ് താഴത്ത് ഓഫാക്കും, മുകളിൽ ഓഫാക്കും. എന്നിട്ട് ഓടി വന്ന് ആ കുട്ടിയെ എടുത്ത് ലാളിക്കും. കളിപ്പാട്ടത്തിലേക്ക് ശ്രദ്ധ വയ്ക്കുമ്പോൾ അവിടെ അമ്മ നിൽക്കണില്ല. കളിപ്പാട്ടത്തിനെ ദൂരത്തേക്ക് വലിച്ചെറിയുമ്പോഴാണ് അമ്മയെ ഈ കുട്ടിക്ക് അടുത്തതാ കിട്ടുന്നത് അല്ലേ. നമുക്ക് തന്നെ അറിയാലോ, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെച്ചാൽ അവരെന്ത് ചെയ്യും? അവർ അച്ഛനെ കെട്ടിപ്പിടിച്ച് പറയും, അച്ഛാ പോവരുതേ, അച്ഛൻ പോയി കഴിഞ്ഞാൽ ഇനി എന്നാ വരിക, അതുകൊണ്ട് പോവരുതേ എന്ന് പറഞ്ഞ് അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അച്ഛന് പോവാതിരിക്കാൻ പറ്റൂ? ഇത് എന്നോ ഏറ്റവും ഓരോ പരിപാടിയോ, ചിലപ്പോൾ പോയാൽ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക, പോവാതിരിക്കാൻ പറ്റൂ? അപ്പോൾ കുട്ടി തൻ്റെ അടുത്തുനിന്ന് ദൂരത്തേക്ക് പോവാൻ അച്ഛൻ എന്ത് ചെയ്യും? എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കും. കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി കളിപ്പാട്ടം എടുത്ത് ദൂരത്ത് പോയി കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ പിന്നെ അച്ഛൻ എന്ത് ചെയ്യും? കുട്ടിയെ കാണാതെ ബാഗൊക്കെ എടുത്ത് അപ്പുറത്തെ ജനലിൽ കൂടെ രക്ഷപ്പെടും അല്ലേ, മറ്റേ വാതിൽ കൂടെ രക്ഷപ്പെടും. എന്നാൽ ചില കുട്ടികളോ കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ കളിപ്പാട്ടം ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് അച്ഛനോട് പറയും, അച്ഛാ എനിക്ക് കളിപ്പാട്ടൊന്നും വേണ്ട കേട്ടോ, പിന്നെ അച്ഛൻ ഇവിടെ നിന്നാൽ മതി പറയും. അങ്ങനെയുള്ളവരുടെ അടുത്താണ് ഭഗവാൻ ഇതാ നിൽക്കുക പറയും അല്ലേ. ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഐശ്വര്യത്തിലേക്ക് മനസ്സ് വെക്കുന്നവരുടെ അടുത്ത് ആര് നിൽക്കില്ല? ഭഗവാൻ ഇതാ നിൽക്കില്ല. കളിപ്പാട്ടത്തിലേക്കാണ് ശ്രദ്ധ എന്നുണ്ടെങ്കിൽ അവർക്ക് ഭഗവാനെ കിട്ടണില്ല. നമുക്കൊക്കെ എന്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ? ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഓരോ കളിപ്പാട്ടത്തിലേക്കാണ് ഇതാ ശ്രദ്ധ. ആരെങ്കിലുമൊക്കെ ശ്രീകോവിലിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കുന്നത് കേട്ടാൽ ഭഗവാന് സന്തോഷം. നമ്മളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും ഭഗവാന് മുന്നിൽ വന്ന്. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ല കേട്ടോ ഭഗവാനെ. ഭഗവാൻ പറയും, വളരെ നന്നായി, സന്തോഷമായി, കല്യാണം കഴിഞ്ഞോട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന് സന്തോഷമാണ്. എന്താണ് കാരണം? ചോദിച്ചതിനെ കൊടുത്താൽ മതി അല്ലേ, ചോദിച്ചതിനെ കൊടുത്താൽ മതി, പിന്നെ ഭഗവാൻ അവിടെ നിൽക്കില്ല. എന്നാൽ ചില ഭക്തന്മാരോ മുന്നിലെങ്ങനെ വന്ന് ഒന്നും മിണ്ടാതിരിക്കൂ അത്രേ. മൗനേന ഭക്തിയോപശമേന പൂജിത പ്രസീതതാം ഏഷ സത്വതമ്പതി. മൗനേന, ഈ ഭക്തൻ മുന്നിൽ ഒന്നും ചോദിക്കാതെ മിണ്ടാതെ നിൽക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുവരെ മിണ്ടാത്തതായിരിക്കുന്ന ആ വിഗ്രഹം പിന്നെ മിണ്ടിത്തരും. ആ വിഗ്രഹത്തിൽ നിന്ന് ഭഗവാൻ ഒരു സ്വരൂപം സ്വീകരിച്ച് പുറത്തേക്കിറങ്ങി ഈ ഭക്തൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, നിനക്കെന്തെങ്കിലും വേണോ? അപ്പോഴും നല്ല അറിവുള്ള ഭക്തൻ മിണ്ടില്ല അത്രേ. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? വിവരമില്ലായിട്ടാണോ? അതല്ല,
ഭക്തന് നന്നായിട്ടറിയാം ചോദിച്ചതേ കിട്ടും. അതുകൊണ്ട് ആ ഭക്തനൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ആ ഭക്തൻ്റെ പിന്നാലെ ഭഗവാൻ അതാ എത്തിച്ചേരുന്നു. ഇങ്ങനെ കളിപ്പാട്ടത്തിലേക്ക് ശ്രദ്ധ വയ്ക്കുന്നവരുടെ അടുത്ത് കുട്ടികളെ നിൽക്കാത്തതുപോലെ ഇവിടെ സാക്ഷാൽ ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഐശ്വര്യത്തിലേക്ക് മനസ്സ് വെക്കുന്നവരുടെ അടുത്ത് ഭഗവാൻ ഇതാ നിൽക്കണില്ല. അതാണ് ധ്രുവകുമാരൻ്റെ കഥയിലൂടെ ഇതാ വർണ്ണിക്കുന്നത്. ആ ധ്രുവന്റെ വംശത്തില് അങ്കൻ എന്നു പേരായിട്ട് ഒരു മഹാരാജാവ്. അംഗമഹാരാജാവിന് കുട്ടികളതാ ഉണ്ടായിരുന്നില്ല. അംഗമഹാരാജാവ് കുട്ടികളില്ലാതെ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടിൽ എത്തിച്ചേർന്ന് ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ ദേവന്മാരൊന്നും വന്ന് പ്രത്യക്ഷപ്പെടുന്നില്ല. അപ്പം യാഗം നടത്തുന്ന ഋത്തിക്കുകളോട് അംഗമഹാരാജാവ് ചോദിച്ചു, അല്ല നിങ്ങളുടെ മന്ത്രമൊക്കെ വേണ്ട രീതിയിൽ ഫലിക്കാനായിട്ടാണോ? അപ്പം അവർ പറഞ്ഞു, അതല്ല, അങ്ങ് യാഗം നടത്തിയിട്ട് ഇവിടെ ദേവന്മാർ വരാത്തതിൻ്റെ കാരണം അങ്ങ് കല്യാണം കഴിച്ച് അതിൽ അങ്ങക്കൊരു സന്താനം ഉണ്ടായില്ല. അപ്പം സന്താനം ഉണ്ടായില്ല വെച്ചാൽ എന്താ അതിൻ്റെ കാരണം? എന്തോ ഒരു പാപകർമ്മം, പ്രാരബ്ധകർമ്മം അങ്ങയിൽ ബാക്കി കിടക്കണുണ്ട്. അതുകൊണ്ട് ആ പ്രാരബ്ധകർമ്മത്തിനെ ഇല്ലാതാക്കാൻ ഈ യാഗം നടത്തുന്നതിന് മുന്നേ വേറൊരു യാഗം നടത്തണം എന്ന് പറഞ്ഞു. എന്നാ ശരി, അങ്ങനത്തെ യാഗം ആയിക്കോട്ടെ പറഞ്ഞ പുത്രകാമേഷ്ടി, ഒരു ഉണ്ണിണ്ടാവാനുള്ള ഒരു യാഗം മഹാരാജാവ് ഇതാ നടത്തി. അങ്ങനെ ഉണ്ണിണ്ടാവാനുള്ള ആ യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് അവതരിച്ചു. ഭഗവാൻ തൻ്റെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ പാത്രത്തിലുള്ള ആ പായസം വേഗം അംഗമഹാരാജാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അംഗമഹാരാജാവേ, അങ്ങക്ക് കുട്ടികളില്ലല്ലോ, അങ്ങ് ഈ പായസം അങ്ങയുടെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കൂ, എന്നാൽ അങ്ങയ്ക്കൊരു ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിന് മഹാരാജാവ് പായസത്തിൻ്റെ പാത്രമായി തൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങനെ വരുന്ന സമയത്ത് ആലോചിച്ചു, അല്ല ഇതിപ്പോൾ എവിടെ നിന്നുള്ള പായസ? ഇവിടുന്ന് ഭൂമിയിൽ നിന്നൊന്നും ഉണ്ടാക്കിയ പായസം അല്ല അത്, അല്ലേ? ഇത് എവിടെ നിന്നുണ്ടാക്കിയ പായസ? പയ്യൂരിലെ അമ്പലത്തിൽ നിന്ന് ഉണ്ടാക്കിയതാ? അതല്ല. ഇത് എവിടെ നിന്നുണ്ടാക്കിയ പായസമാണ്? അത് ദേവലോകത്തുണ്ടാക്കിയ പായസം. അതുകൊണ്ട് ഈ പായസം ഒരു തരി പോലും താൻ കഴിക്കാതെ മുഴുവനും ഭാര്യയ്ക്ക് കൊടുക്കുക. അത് വേണ്ട കേട്ടോ, കുറച്ച് പായസം കഴിക്കണം എന്നുള്ള ആഗ്രഹം മഹാരാജാവ്. അങ്ങനെ മഹാരാജാവ് പായസത്തിൻ്റെ തൂക്കാത്രമായിട്ട് പോണ സമയത്ത് ആലോചിച്ചത് കുറച്ച് കഴിച്ചാൽ, അങ്ങനെ അടപ്പൊക്കെ തുറന്ന് കഴിക്കാൻ പുറപ്പെട്ടപ്പോഴാലോചിച്ച, അല്ല ഇതെന്തിനുള്ള പായസ? ഒരു ഉണ്ണി ഉണ്ടാവാനുള്ള പായസം, അതെല്ലാം കഴിച്ചാൽ അപകടമായാലോ ഇനി. അത് വേണ്ട കേട്ടോ. അവസാനം മഹാരാജാവ് ആ പായസം കഴിച്ചാലുള്ള അപകടം ആലോചിച്ച് പായസത്തിൻ്റെ ഗന്ധം മൂക്ക് കൂടെ ഉള്ളിക്കാക്കിയത്. എന്നിട്ട് വാസനിച്ച പായസം തൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ആരാ ഭാര്യ? യമധർമ്മരാജാവിൻ്റെ മകളാ, സുനീത എന്നാണ് ഭാര്യയുടെ പേര്. അങ്ങനെ സുനീതയ്ക്ക് ആ പായസം കൊടുത്തു. സുനീത പായസം കഴിച്ചു. വാസനിച്ച പായസം കഴിച്ചത് കൊണ്ട് ഉണ്ടായതായിരിക്കുന്ന ഉണ്ണി ദുഷ്ടനായിട്ട് മാറി. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നേരെ വിപരീതമായിരിക്കുന്ന ഫലമാണ് ഇതാ കിട്ടുക. പലരും അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് പൂക്കളൊക്കെ കൊണ്ടുവരും, പൂക്കളൊക്കെ സമർപ്പിക്കും, മാലയൊക്കെ കൊണ്ടുവന്ന് അല്ലേ, മാലയൊക്കെ കെട്ടി സമർപ്പിക്കും. ചില ആൾക്കാർ എങ്ങനെയാണ് മാല കിട്ടുക ചോദിച്ചാൽ, മാല കിട്ടുന്നതിൻ്റെ ഒരു നൂലുണ്ടാവും അല്ലേ, ആ നൂല് കടിക്കും, എന്നിട്ടാണ് കെട്ടുക അല്ലേ. അപ്പോൾ ഈ എച്ചിൽ ഇതുവരെ എത്തി ഭഗവാന്റെ അടുത്ത് വരെ ആ എച്ചിൽ അതാ എത്തിച്ചേരും. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. അമ്പലത്തേക്കൊക്കെ വരുന്ന സമയത്ത് കയ്യ കഴുകണം, കാല് കഴുകണം അല്ലേ, എച്ചിലാവാൻ പാടില്ല. ശ്രീകോവിലിൻ്റെ അടുത്തുനിന്ന് തന്നെ ചുണ്ട് തൊട്ടുകൊണ്ട് ആ തീർത്ഥം കഴിക്കാൻ പാടില്ല. ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമത്തിനനുസരിച്ച് വേണം നമ്മൾ ഭഗവാനെ ഉപാസിക്കാൻ. അങ്ങനെയാണ് നല്ല ശുദ്ധഭാവത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഭഗവാനെ ഉപാസിക്കണത് എന്നുണ്ടെങ്കിൽ, ശബ്ദിക്കലുണ്ട്, അങ്ങനെയാണ് നമ്മൾ ഭഗവാനെ ഉപാസിക്കണത് എന്നുണ്ടെങ്കിൽ എന്തുണ്ട്, നമുക്ക് നല്ലതായിരിക്കുന്ന ഐശ്വര്യത ഉണ്ടാവും. അത് വിപരീതമായി കഴിഞ്ഞാലോ നേരെ വിപരീതമായിരിക്കുന്ന ഫലമാണ് ജീവിതത്തിൽ അതാ ഉണ്ടാവുക. ഇവിടെ വാസനിച്ച പായസം കഴിച്ചത് കൊണ്ട് ദുഷ്ടനായിരിക്കുന്ന ഉണ്ണിണ്ടായി. എന്താ കാരണം? ആ പ്രാരബ്ധ കർമ്മം അല്ലേ, കഴിഞ്ഞ ജന്മത്തിലെ പ്രാരബ്ധ ജന്മം ഇങ്ങനെ പിന്നെയും ഇവരുടെ പിന്നാലെ ഓടിതാ വരുന്നു. അതിന് ഉണ്ടായതായിരിക്കുന്ന ഉണ്ണിക്ക് വേനൻ എന്നുള്ള പേര് ഇതാ കിട്ടി. വേനൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേനൽക്കാലം പോലെ തന്നെ അത്ര, അവനെ കൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പം മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് ഈച്ചനെ കണ്ട അപ്പടിച്ചു കൊല്ലും, എറുമ്പിനെ കണ്ട അപ്പടിച്ചു കൊല്ലും. നമ്മളും കാണാറുണ്ടാവും, നമ്മളെ ചില കുട്ടികളൊക്കെ അങ്ങനെ ഇവരൊക്കെ ഇനി വേനന്മാരാവാൻ പോണ ആൾക്കാര്.
അങ്ങനെ ഇവൻ ഇങ്ങനെ വളർന്ന് വന്ന LKG ആയി, UKG, 1ാം ക്ലാസ് 2ാം ക്ലാസ്സും ഒക്കെ ആയപ്പോൾ കണ്ണ് കാണാത്ത മുത്തശ്ശന്മാരുടെയൊക്കെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോവാൻ സഹായിക്കണോ ചോദിച്ച് ഇവരുടെ കയ്യെ പിടിച്ച് പുറത്തേക്ക് ഇതാ കൊണ്ടുപോകുമ്പോൾ പല പൊട്ടക്കിണറൊക്കെ കണ്ടാൽ അതിൽ ഉന്തി തള്ളിയിട്ടു അത്രേ. ചില കുട്ടികളെയൊക്കെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി ഇങ്ങനെ പിടിക്കും, എന്നിട്ട് കൊല്ലും. വേണ്ട, ആലോചിച്ച് നോക്കൂ, എന്തൊരു ദുഷ്ടത്തര. അപ്പോൾ മഹാരാജാവ് ചോദിക്കും, നീ എന്തിനാ ഉണ്ണി ഇങ്ങനത്തെ ഓരോ കാര്യമൊക്കെ ചെയ്യണത്? അതെന്താ ചോദിച്ചാൽ കുട്ടികളിങ്ങനെ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഒരു കുമിളങ്ങനെ മുകളിലേക്ക് വരുന്നത് കാണാൻ നല്ല രസമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ആലോചിച്ച് നോക്കുക. അങ്ങനെ ഇവൻ്റെ ദുഷ്ടത്തിനും സഹിക്കവയ്യാതെ വേനൻ്റെ അച്ഛനായിരിക്കുന്ന അംഗമഹാരാജാവ് കാട്ടിലേക്ക് യാത്രയായി. ഇപ്പോൾ വേനനായി ഭരണത്ര. വേനൻ്റെ ദുർഭരണം സഹിക്കവയ്യാതായി. ന ദാതവ്യം ദിജാക്കുജിൽ ന ഹോതവ്യം. ഹുതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹോമിക്കുക, അല്ലേ? എന്തിലേക്ക് ഹോമിക്കുക? അഗ്നിയിലേക്ക് ഹോമിക്കുക. ആരും അഗ്നിക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല, ഭൂമിക്കൊന്നും കൊടുക്കാൻ പാടില്ല, അല്ലേ? ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലോ, അല്ലേ? എന്താ പറയേണ്ടത്? കൊടുക്കണം എന്നാ പറയേണ്ടത്. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ പറയാൻ പാടില്ല. എത്രത്തോളം അധികം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം അധികം കൊടുക്കുന്ന സമയത്താണ് സന്തോഷം ഉണ്ടാവുക. വിഷമുണ്ടായിക്കഴിഞ്ഞാലോ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാലോ അതിന്ന് പാപമാണ് ഇതാ ഉണ്ടാവുക. അത് മനസ്സിലാക്കണില്ല. അപ്പം ദാനം ചെയ്യണ സമയത്താണ് ഐശ്വര്യം ഉണ്ടാവുക. ആരുടെ കയ്യാ മുകളിൽ? ദാനം വാങ്ങുന്നയാളുടെ കൈയാണോ ദാനം കൊടുക്കുന്നയാളുടെ കൈയാണോ? അത് സംശയമില്ല, അല്ലേ? ഇപ്പം ദാനം വാങ്ങണത് ഭഗവാനാണെന്നുണ്ടെങ്കിലും ശരി, വാമനമൂർത്തിയാണെന്നുണ്ടെങ്കിലും ആരുടെ കയ്യാ മുകളിൽ? അല്ലേ? ബലിയാണ് ദാനം ചെയ്യണത് വെച്ചാൽ ബലിയുടെ കൈ തന്നെയാണ് മുകളിൽ. വാമനമൂർത്തിയുടെ കൈ എവിടെയാണ്? താഴത്ത് തന്നെയാണ്. അപ്പം ദാനം കൊടുക്കുന്നതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഇദ്ദേഹം വേനൻ അവിടെ ഇരുന്ന് പറഞ്ഞിടങ്ങി, ആരും ദാനം ചെയ്യരുത്, ആരും ഹോമം ചെയ്യാനായിട്ട് പാടില്ല, ആരും പൂജ ചെയ്യാനായിട്ട് പാടില്ല. അന്നദാതവ്യം ദിജാക്കുജിൽ ഇതിന്യവാരയത് ധർമ്മം. ധർമ്മത്തിനെ നിവാരയത്, അതിനെ തടഞ്ഞു നിർത്തിയത്രയെ തടസ്സപ്പെടുത്തി ഈ വേനൻ. അധർമ്മം വർദ്ധിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു, അല്ലേ? കൊടുക്കേണ്ടതിനെ കൊടുത്തില്ല വെച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ. മുത്തശ്ശൻ കയ്യിലേക്ക് പാത്രത്തിൽ വിത്തെടുത്ത് ഭൂമിയിൽ ഇങ്ങനെ വിതർന്നത് കണ്ടപ്പോൾ ഒരു ഉണ്ണിക്ക് തോന്നി, കണ്ടു ഇങ്ങനെയാണോ അവനവന് കഴിക്കാനുള്ളതായിരിക്കുന്ന ആ ഭക്ഷണ പദാർത്ഥമൊക്കെ എടുത്ത് മുത്തശ്ശൻ കാണിക്കണതുണ്ടല്ലേ ഭൂമിയിലേക്ക് ഇങ്ങനെ എറിയണത്? എന്തിനാ അതിങ്ങനെ വെറുതെ വലിച്ചെറിയണത്, അല്ലേ? മുത്തശ്ശൻ ഇത് വലിച്ചെറിയല്ല ചെയ്യണത്, പിന്നെ എന്താ ചെയ്യണത്? കൃഷിയിടത്തിൽ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് കഴിഞ്ഞാലാണ് അതൊന്ന് വിളവ് ഇതാണ്ടാവുക. 1ന് 1000 തിരിച്ചു തരും. ഇതാണ് ദാനത്തിൻ്റെ പ്രത്യേകത. അഗ്നിക്ക് കൊടുക്കേണ്ടത് അഗ്നിക്ക് കൊടുക്കണം, ഭൂമിക്ക് കൊടുക്കേണ്ടത് ഭൂമിക്ക് കൊടുക്കണം, വെള്ളത്തിന് കൊടുക്കേണ്ടത് വെള്ളത്തിന് അതാ കൊടുക്കണം. കൊടുത്തില്ല വെച്ചാലോ അത് ക്ഷോഭിക്കും. നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയില്ല വെച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ. 8:30 മണിയായി, 8:45, 9 9:30, 10 മണിയായി, ഒന്നും കാണുന്നില്ല. ദേഷ്യം വരാതിരിക്കുമോ, അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ അന്വേഷിച്ചെടുക്കും, എന്താ കിട്ടാത്തത്, എന്താ കാരണം എന്നുള്ളത്. അപ്പം നമ്മൾ ദേഷ്യം വരും എല്ലാവർക്കും. ഇതേപോലെയാണ് പഞ്ചഭൂതങ്ങളൊക്കെ കൊടുക്കേണ്ടത് കൊടുത്തില്ല വെച്ചാൽ അവരിതാ ക്ഷോഭിക്കും. ഭൂമി ഒന്നിച്ചിതാ ക്ഷോഭിച്ചു. ഈ ഭൂമിയുടെ ക്ഷോഭം അതിന് കാരണം എന്താണ്? ഭൂമിക്ക് കൊടുക്കേണ്ടതൊന്നും നമ്മൾ കൊടുക്കണില്ല. ധർമ്മത്തിന് വിപരീതമായിക്കൊണ്ട് എപ്പോഴാണോ പ്രജകൾ പ്രവർത്തിക്കുന്നത് അതോടുകൂടി ഈ പഞ്ചഭൂതങ്ങളും ക്ഷോഭിക്കും. അങ്ങനെ ക്ഷോഭിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. അങ്ങനെ ആ മഹർഷീശ്വരന്മാരുടെ അടുത്ത് എത്തിച്ചേർന്നു വേനൻ. മഹർഷീശ്വരന്മാരോടും ധിക്കാരം പറഞ്ഞു അത്രേ. മഹർഷീശ്വരന്മാരോട് പറഞ്ഞു, നിങ്ങൾ പഠിക്കുന്ന ശാസ്ത്രഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടല്ലേ രാജാവിനെ ആരെപ്പോലെ കാണണം? ഭഗവാനെ പോലെ കാണണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്ന ശാസ്ത്രഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഇപ്പം ആരാ രാജാവ്? ഞാനാണ് ഇതാ രാജാവ്, ഞാൻ പറയണത് കേട്ടാൽ മതി പറഞ്ഞു. മഹർഷീശ്വരന്മാർക്ക് ഇയാളുടെ ധിക്കാരം കണ്ടപ്പോൾ ആ മഹർഷീശ്വരന്മാരിപ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കി, ഹും എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ഹും ഹൃദയർവേനം ഹതം അച്യുത നിന്ദയാ. അച്യുത നിന്ദയാ. അച്യുതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരെയാ അച്യുതൻ എന്ന് പറയുക? ച്യുതിയില്ലാത്ത ആള്, വീഴാത്തതായിരിക്കുന്ന ആള്. വീഴാത്തതായിട്ട് ഈ ലോകത്ത് ഒരാളേ ഉള്ളൂ. അതാരാ? അതാണ് സാക്ഷാൽ ഭഗവാൻ. ആ ഭഗവാൻ പറഞ്ഞതിനെ നിന്ദിച്ചതായിരിക്കുന്ന ഈ രാജാവിനെ, ഈ വേനനെ ഇപ്പോൾ ഇവർ ഹും എന്നുള്ള ഒരു ശബ്ദത്തിൽ ഇല്ലാതാക്കി. വേനൻ മരിച്ചതാ വീണു. അത്ര ആലോചിച്ച് നോക്കൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാട് പറഞ്ഞ് അഹങ്കരിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഇതുവരെ അഹങ്കരിച്ചതൊക്കെ മരണത്തോട് കൂടിയിട്ടതാ ഇല്ലാതായി, അല്ലേ?
അങ്ങനെ ഇപ്പോൾ അരാജക ഭയാദേശ, രാജാവ് ഇല്ലാതായി ഇത്രേ. ആദ്യം ദുഷ്ടനാണെന്ന് വെച്ചാൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, കള്ളനാണെന്ന് വെച്ചാൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു അല്ലേ. അന്ന് ഒരു ഒറ്റ കള്ളന്മാരും തല പൊന്തിച്ചിരുന്നില്ല അത്ര. എന്താ കാരണം? ഏറ്റവും വലിയ കള്ളം തന്നെയാണ്, പെരുങ്കള്ളം തന്നെയാണ്. അപ്പോൾ ആരൊക്കെ ആ കള്ളന്മാർ നസലായിട്ട് അറിയാം, അവരൊക്കെ ആദ്യമേ നിലയ്ക്ക് നിർത്തിയിട്ട്. അങ്ങനെ പെരുങ്കള്ളന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രാജാവ് മരിച്ചതോടുകൂടി കള്ളന്മാരൊക്കെ തലപൊക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. വല്ലാത്ത പ്രയാസമായി. രാജാവ് ഇല്ലാച്ചാലുള്ള സ്ഥിതി എന്താ അല്ലേ? നിയന്ത്രിക്കാൻ ഒരാളില്ലാച്ചാൽ പ്രയാസമായിട്ട് മാറും. നമ്മളുടെ തന്നെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു വീട്ടിൽ അച്ഛനുള്ള സമയത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല, അമ്മ ഉള്ള സമയത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല. അമ്മ ഇങ്ങോട്ട് യാത്രയായി കഴിഞ്ഞാലോ, അമ്മ ഉള്ള സമയത്ത് കുട്ടികളൊക്കെ എന്ത് ചെയ്യും? എല്ലാവരും അടുത്തടുത്ത് ഇങ്ങനെ കൂടും. 4 കുട്ടികളുണ്ട് വെച്ചാൽ 4 കുട്ടികളും അടുത്ത് കൂടും. അമ്മ ഇങ്ങോട്ട് ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനിയിപ്പോൾ അതിനൊന്നും വരണില്ല കേട്ടോ, ഞാനിപ്പുറത്താന്ന് പറഞ്ഞ് ഓരോരോ ആൾക്കാരും ഇങ്ങനെ മാറി മാറി തരുന്നു അല്ലേ. ഇപ്പം നിയന്ത്രിക്കാൻ ഒരാൾ വേണം. നിയന്ത്രിക്കാൻ എന്ത് കാര്യത്തിനും നിയന്ത്രിക്കാൻ ഒരാളുണ്ടായി, അയാളുടെ നിയന്ത്രണത്തിലായിരിക്കണം കാര്യങ്ങൾ അതാ പോണ്ടത്. ഇവിടെ രാജാവ് ഇല്ലാതായതോടുകൂടി വല്ലാത്ത പ്രയാസമായി പ്രജകൾക്ക്. അപ്പോൾ പിന്നെ മഹർഷീശ്വരന്മാർ രണ്ടാമതും വന്നു. ആരൊക്കെ തൻ്റെ മകനെ പറ്റിയിട്ട് വേണ്ടാത്തത് പറഞ്ഞാലും ഒരമ്മ ഒരിക്കലും മകനെ പറ്റിയിട്ട് വേണ്ടാത്തത് പറയില്ല. വൃക്കുമാത ന ജായേ എന്ന് പറയും. ഒരമ്മയ്ക്ക് ഒരിക്കലും ചീത്ത സ്ത്രീ ആവാനായിട്ട് ഇതാ സാധിക്കില്ല. അമ്മയുടെ ആ ഒരു സ്നേഹം അല്ലേ, അമ്മയുടെ സ്നേഹം. എന്തൊക്കെ വേണ്ടാത്തത് ഈ കുട്ടി കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ എന്തേ പറയൂ? അവനങ്ങനെ കാണിക്കില്ല കേട്ടോ, അവനെ എനിക്ക് അസലായിട്ടറിയാം, അവനങ്ങനെ കാണിക്കില്ല. നിങ്ങൾ വെറുതെ പറയാന്നേ അമ്മ എപ്പോഴും ഇതാ പറയുള്ളൂ. മാതൃസ്നേഹം എന്ന് പറയൂലേ, മാതാവിൻ്റെ സ്നേഹം. അതാണ് മാതൃഹസ്തേന ഭോജനം എന്ന് പറയും. മാതൃഹസ്തേന ഭോജനം അല്ലേ. ആര് തരുന്നത് വേണം കഴിക്കുക? അമ്മ ഉരുട്ടിത്തരുന്ന ഭക്ഷണം കഴിക്കണം, അപ്പോഴേ വയറെന്നറിയുള്ളൂ എന്ന് പറയും അല്ലേ. അപ്പോഴേ വയറെന്നറിയുള്ളൂ. മറ്റുള്ള ആര് കൊടുക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കൂലേ. ഭാര്യ ഭക്ഷണം തരുന്നത് വെച്ചാലോ, ഭാര്യ എങ്ങനെയാണ് ഭക്ഷണം തരിക അല്ലേ? ഭാര്യ ഒരു ദോശ കൊടുത്തു, രണ്ടാമത് ഉണ്ടാക്കണതിന് മുന്നേ ചോദിക്കും, പോരെ മനുഷ്യ, പോരെ. മതിയായ പറയണം കേട്ടോ, ഇതിക്കിങ്ങനെ വെറുതെ ഉണ്ടാക്കി കളയാനായിട്ട് പറ്റില്ല. പോരെ ചോദിച്ചിട്ടാണ് അല്ലേ. അമ്മയാണ് ഭക്ഷണം തരുന്നത് വെച്ചാലോ, അമ്മ ഇങ്ങനെ വായൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കുത്തി തിരികിയിട്ടാണ് ഭക്ഷണം തരിക. കഴിക്കുക അല്ലേ. മാത്രമല്ല ഇവിടുന്ന് ഒന്നും കഴിച്ചത് പോരാന്ന് വെച്ചാൽ അമ്മ എന്ത് ചെയ്യും? കുട്ടീനെ കയ്യിലേക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കാക്കേനെ കാണിച്ചു കൊടുക്കും. കാക്ക വായ പൊളിക്കണത് പോലെ ഒന്ന് വായ പൊളിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി അറിയാതെ വായ പൊളിച്ചാൽ ഒരു ഉരുള അതിലേക്ക് ഇട്ടും അല്ലേ. പിന്നെ ഇങ്ങനെ വായ പൊളിച്ച മാതൃഹസ്തേന ഭോജനം, അമ്മയുടെ ആ ഒരു സ്നേഹം അല്ലേ. ഇവിടെ അമ്മ ഈ മകനെ പറ്റിയിട്ട് വേണ്ടാത്തതൊന്നും ഇതുവരെ പറഞ്ഞില്ല അത്രേ. സുനീത പാലയാമാസ, ആ സുനീത ഈ മൃതദേഹത്തിനെ പാലിച്ചിരുന്നു. എങ്ങനെ? എണ്ണത്തോണിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ. എണ്ണത്തോണിയിൽ നിന്ന് മഹർഷീശ്വരന്മാർ വന്ന് ഈ വേനൻ്റെ മൃതശരീരം പുറത്തേക്കെടുത്തു. കാലുകൾ തമ്മിൽ കടഞ്ഞു. അതിൽ നിന്ന് കറുത്തതായിരിക്കുന്ന ഒരു പുരുഷൻ, നീളം കുറഞ്ഞ് വട്ടമുഖത്തോടുകൂടി, ചുരുണ്ട തലമുടിയോടുകൂടി, നിമ്നനാസഹ, പതിഞ്ഞ മൂക്കോടുകൂടി, ഉണ്ടക്കണ്ണുകളോടുകൂടി, വലിയ പിരികത്തോടു കൂടിയിട്ട് അല്ലേ ഒരാൾ വന്ന് തൊഴുത് ചോദിച്ചു അത്ര എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ മഹർഷീശ്വരന്മാർ പറഞ്ഞു, നിഷീദേത്യഭ്രുവം സ്ഥാത സദിഷാദ. നിഷീദേത്യഭ്രുവം സ്ഥാത, ഒന്നും വേണ്ട, കണ്ടതിൽ എന്നെ വലിയ സന്തോഷമായി പറഞ്ഞു അത്ര. പൊയ്ക്കൊള്ളാൻ പറഞ്ഞു കാട്ടിലേക്ക്. അവരാണ് കാട്ടിലെത്തിച്ചേർന്ന് നിഷാദന്മാരായിട്ട് ഇതാ മാറിയത് എന്ന് പറഞ്ഞു. പിന്നീടാണ് ഈ വേനൻ്റെ കൈകൾ തമ്മിൽ കടഞ്ഞത്. ആ കൈകളിൽ നിന്നാണ് സാക്ഷാൽ ഭഗവാൻ തന്നെ ഇവിടെ പൃഥുമഹാരാജാവായിട്ട് അവതരിക്കുന്നത്. മഹാവിഷ്ണു പൃഥുമഹാരാജാവായിട്ട് അവതരിച്ചു. അപ്പോൾ തൻ്റെ ഭർത്താവ് മഹാവിഷ്ണു എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് ഞാൻ ഇരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അനപായിനി, ഈ ലോകത്ത് ഐശ്വര്യത്തിനെ പ്രദാനം ചെയ്യാൻ വേണ്ടി മഹാലക്ഷ്മി അർച്ചിസ് എന്നുള്ള പേരോട് കൂടിയിട്ട് ഈ ഭൂമിയിൽ ഇതാ വന്ന് അവതരിച്ചു. അങ്ങനെ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചു. അങ്ങനെ പൃഥുമഹാരാജാവിൻ്റെ അതിഗംഭീരമായിരിക്കുന്ന രാജ്യഭാരം. ഇപ്പോൾ രാജാവായി അഭിഷേകം ചെയ്തതോടുകൂടി ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്താൽ പിന്നെ എന്ത് വേണം? അവിടെ വന്ന് രാജാവിനെ സ്തുതിക്കണം. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ സ്തുതിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു അത്രേ. അപ്പോൾ ഭഗവാനെ ഈ സ്തുതി കേട്ട സമയത്ത് വല്ലാത്ത വിഷമം. ഇങ്ങനെയാണോ സ്തുതിക്കുക? ഇവരെന്തിനു വേണ്ടിയിട്ടാണ് സ്തുതിക്കുന്നത്? അവർ കാര്യം അറിഞ്ഞിട്ടൊന്നുമല്ല സ്തുതിക്കുന്നത്. സ്തുതിക്കുക എന്നുള്ളൊരു പോസ്റ്റാണ് അത്രേ അവിടെ.
അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത് പറയുക, സ്തുതി പാഠകന്മാർ എന്ന് പറയും. സ്തുതി പാഠകന്മാർ ആരെയാ സ്തുതി പാഠകന്മാർ പറയുക? പൈസ കിട്ടാൻ വേണ്ടി സ്തുതിക്കുന്ന ആൾക്കാർ അല്ലേ, അവരെയാണ് സ്തുതി പാഠകന്മാർ പറയുക അല്ലേ. പണ്ടൊക്കെ നമുക്കറിയാലോ, ആരെങ്കിലുമൊക്കെ വലിയ വലിയ വീട്ടിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കരയാനുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ വന്ന് ഇങ്ങനെ കരയും. അവരിങ്ങനെ വന്ന് കരഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കരയും. ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ കരയണത്? ഈ കരഞ്ഞ് കഴിഞ്ഞാൽ പൈസ കിട്ടും. ആ പൈസ കിട്ടുന്നത് വരെ കരയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലൊന്നുമില്ല അല്ലേ. അപ്പോൾ പണം കിട്ടാൻ വേണ്ടിയിട്ട് സ്തുതിക്കുന്ന ആൾക്കാരെയാണ് സ്തുതി പാഠകന്മാർ എന്നതാ പറയും. സ്തുതി പാഠകന്മാരുടെ സ്തുതി കേട്ടപ്പോൾ ഭഗവാന് തോന്നി ഇങ്ങനെയല്ല സ്തുതിക്കേണ്ടത് അല്ലേ. അപ്പോൾ പണം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കർമ്മം എന്ന് പറയും അല്ലേ. ഈശ്വരോപാസനയൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇവിടെ അതാണല്ലോ, മഹാരാജാവിൻ്റെ മകൻ ഒരു കിണറിൽ വീണു അത്രേ. അപ്പോൾ അടുത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി വന്ന് ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി കിണറിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവിടുത്തെ മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രി വന്ന് നോക്കിയപ്പോൾ, രസികനായിരിക്കുന്ന മന്ത്രി വന്ന് നോക്കിയ സമയത്ത് അദ്ദേഹം അതേ കിണറിലേക്ക് ചാടാൻ പുറപ്പെട്ടു. അങ്ങനെ മഹാരാജാവ് ഇതാ എത്തിച്ചേർന്നു. എല്ലാവരെയും കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തി, തൻ്റെ ഉണ്ണിയെയും രക്ഷപ്പെടുത്തി. എന്നിട്ട് ഉണ്ണിയുടെ കയ്യും പിടിച്ച് മഹാരാജാവ് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അപ്പുറത്തെ കിണറ്റിൽ ഒരു ശബ്ദം കേട്ടു അത്രേ. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ആളെ രക്ഷിക്കണേ എന്ന്. മഹാരാജാവ് ഓടി വന്ന് നോക്കി, കിണറിൽ നോക്കിയപ്പോൾ മന്ത്രിയാണ് കിണറിൽ കിടക്കണത്. അങ്ങനെ മന്ത്രിനെ രക്ഷപ്പെടുത്തി. അപ്പം മന്ത്രിയോട് ചോദിച്ചു, അല്ല എൻ്റെ മകൻ ആ കിണറിലല്ലേ വീണത്, അതുകൊണ്ട് ആ കിണറിലല്ലേ അങ്ങതാ ചാടേണ്ടത്? അപ്പോൾ മന്ത്രി പറഞ്ഞു, ആ കിണറിൽ ചാടാൻ സ്ഥലമില്ല, എന്താ ചെയ്യുക? ഏതെങ്കിലും ഒരു കിണറിൽ ചാടിക്കഴിഞ്ഞാലല്ലേ അങ്ങയുടെ അടുത്തുനിന്ന് പൈസ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത് പറയുക, സ്തുതി പാഠകന്മാർ എന്ന് പറയുക. പണം കിട്ടാൻ വേണ്ടിയിട്ട് സ്തുതിക്കുന്ന ആൾക്കാർ. അങ്ങനെ സ്തുതിച്ചാൽ പോരാ. ഞാൻ ആരാണ്? ഞാൻ സാക്ഷാൽ ഭഗവാനാണ്, ഈശ്വരനാണ്. പാദയോ അരവിന്ദം ച. ഭഗവാൻ തൻ്റെ പാദങ്ങളിലുള്ള ചിഹ്നങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അത്രേ. അതാണ് ഭഗവാന്റെ ആ പാദങ്ങളിൽ 10 തരത്തിലുള്ള ചിഹ്നങ്ങളാണ്. സഞ്ചിന്തയത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹരാഞ്ജനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖ ചക്രവാളജ്യോത്സ്നാഭിരാഹത മഹൃദയാന്ധകാരം. 10 തരത്തിലുള്ള ചിഹ്നങ്ങൾ അങ്ങനെ കണ്ടതോടുകൂടി ഭഗവാനെ സ്തുതിക്കുന്നത് പോലെ ഈ സ്തുതിക്കുന്ന ആൾക്കാർ സ്തുതിച്ചു. അപ്പോഴേക്കും കുറച്ച് പ്രജകളൊക്കെ വന്നതാ പറഞ്ഞു, അതേ ഭഗവാനെ, മഹാരാജാവേ, ഞങ്ങൾക്കിതാ ഇപ്പോൾ സ്തുതിക്കണം എന്നൊന്നുമല്ല ആഗ്രഹം. അങ്ങയുടെ കാരണവരായിരിക്കുന്ന വേനൻ്റെ ഭരണം കൊണ്ട് ഞങ്ങൾ ശരിക്ക് ഭക്ഷണം തന്നെ കഴിച്ചിട്ട് കുറേ കാലമായി അല്ലേ, അനവധി കാലമായി ഭക്ഷണം കഴിച്ചിട്ട്. കരഹാരോഖമത്തി. ഒരു വൃക്ഷത്തിൻ്റെ നേരെ മുകളിൽ ഒരു പൊത്തുണ്ടായിക്കഴിഞ്ഞാൽ ആ വൃക്ഷം എങ്ങനെയാണോ ഇല്ലാതാവുന്നത്, ഇതേപോലെ ഞങ്ങളുടെ വയറിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണം കൊടുത്തിട്ട് കുറേ കാലമായി. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ അങ്ങയെ സ്തുതിക്കണം എന്നല്ല തോന്നുന്നത്, ഞങ്ങൾക്ക് വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അങ്ങ് ചെയ്യൂ പറഞ്ഞു. അപ്പോൾ ഭൂമിദേവിയാണ് നമുക്ക് ഭക്ഷണം തരേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭൂമി ഭക്ഷണം തരാത്തത് എന്ന് വിചാരിച്ച് കയ്യിലേക്ക് വാളെടുത്ത് ആ പൃഥുമഹാരാജാവ് ഭൂമിയോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ഭൂമിദേവി ഒരു പശുവിൻ്റെ സ്വരൂപം സ്വീകരിച്ച് ഓടിപ്പോയി. പിന്നാലെ മഹാരാജാവും പൃഥുമഹാരാജാവും ഓടി വന്നു. വസുധേ ത്വാം വധിഷ്യാമി മച്ചാസനപരാംഖിം. നീ പശുവിൻ്റെ സ്വരൂപം സ്വീകരിച്ച് എങ്ങോട്ട് ഓടിക്കഴിഞ്ഞാലും എൻ്റെ ശാസനയ്ക്ക് വിരുദ്ധമായിട്ട് നീ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലായാൽ എൻ്റെ കയ്യിലുള്ള വാള് കൊണ്ട് നിന്നെ ഞാൻ വെട്ടിക്കൊന്ന് എൻ്റെ പ്രജകളുടെ ആ വിശപ്പിനെ ഞാനിതാ ഇല്ലാതാക്കും. അപ്പോൾ ഭൂമിദേവി, പശുവിൻ്റെ സ്വരൂപത്തിലിരിക്കുന്ന ഭൂമിദേവി പറഞ്ഞു, അഭ്യുജ്ജഹാരംഭസ അതിസൂകരാ. ഭഗവാനെ, പണ്ട് ഹിരണ്യാക്ഷൻ എന്നെ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയ സമയത്ത് അങ്ങ് തന്നെയല്ലേ വരാഹമൂർത്തിയായിട്ട് വന്ന് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്, എന്നെ എല്ലാ സമയത്തും ഇങ്ങനെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാനെ അങ്ങ് തന്നെയല്ലേ. പിന്നെ ഞാൻ എൻ്റെ പ്രജകൾക്ക് ഭക്ഷണം കൊടുക്കണില്ല വെച്ചാൽ അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ, ഇപ്പം ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് അവർ തൻ്റെ വയറ് നിറയ്ക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ആളുകൾക്ക്. ഒന്നും ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കണില്ല അല്ലേ. പണ്ടൊക്കെ നമുക്ക് തന്നെ അറിയാലോ, നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ആദ്യമായിട്ടുണ്ടായി വിചാരിക്കുക. പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ പച്ചക്കറി ആദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം ഉണ്ടായത് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കും അല്ലേ. ഒരു തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ആദ്യം ഒരു നാളികേരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എവിടേക്ക് കൊണ്ടുപോയി കൊടുക്കും? അത് ഭഗവാൻ അഭിഷേകമാണ് എന്ന് പറഞ്ഞ് മുന്നിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഈശ്വര മനോഭാവം തന്നെ അങ്ങയുടെ കാരണവന്മാരായിരിക്കുന്ന ഈ അംഗമഹാരാജാവിൻ്റെ ഒക്കെ ഭരണം കൊണ്ട് അല്ലേ, വേനൻ്റെ ഒക്കെ ഭരണം കൊണ്ട് ഇല്ലാതായി.
അതുകൊണ്ടാണ് ഞാൻ ഈ കൃഷി വിഭവങ്ങളൊന്നും ആളുകൾക്ക് ഇതാ കൊടുക്കാത്തത്. ഭഗവാൻ പറഞ്ഞു, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ പ്രജകൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അങ്ങനെ പശുവിൻ്റെ സ്വരൂപത്തിലിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഓരോരോ വിഭാഗത്തിലുള്ള ആളുകളും അവരവർക്ക് വേണ്ടതിനെ കറന്നെടുത്തു അത്രേ. ആണ് ഭഗവാന്റെ പ്രത്യേകത അല്ലേ. നമ്മൾ എൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഒരു പശുവിൻ്റെ രൂപത്തിൽ നമ്മളെ അടുത്ത് നിൽക്കണം. നമ്മളെ വീടിൻ്റെ അടുത്തൊരു പശു ഉണ്ട് വിചാരിക്കുക അല്ലേ. നമ്മളെ വീട്ടിലെ ഒരു പശു ഉണ്ടെന്ന് വെച്ചാൽ ആ പശുവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് എപ്പോഴാണോ പാല് വേണം തോന്നുന്നത് വെച്ചാൽ അപ്പം പോയി കഴിഞ്ഞാൽ ആ പശു പാല് തരും അല്ലേ. പണ്ടൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ല വീട്ടിൽ. അതൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ കേടുവരാതെ ഓരോ സാധനമൊക്കെ ഇതാവുന്നത് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, അപ്പം ഈ പാല് കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പശുവിൻ്റെ അടുത്തേക്ക് പോയാൽ മതി. അപ്പോൾ ആ പശുവിൻ്റെ അടുത്തുനിന്ന് അപ്പം തന്നെ പാല് കറന്ന് നമുക്കിത് എടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് എന്താണോ ആഗ്രഹം അതൊക്കെ തരാൻ തയ്യാറായ ഒരു ഭഗവാൻ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് വെച്ചാൽ ആ ഭഗവാന്റെ അടുത്ത് പോയി എപ്പോഴാണോ ചോദിക്കുന്നത് അപ്പോൾ ഒക്കെ ഭഗവാൻ അതിനേതാ തരും. അതാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളുടെ പ്രത്യേകത എന്ന് പറയും അല്ലേ. അഥാ ആനന്ദ ദുഃഖം പദംബുജം. ആനന്ദ ദുഃഖം, ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ. പശുവിനെ കറക്കുക അല്ലേ. പശുവിനെ കറക്കണത് കണ്ടല്ലേ. അതേപോലെയാണ് ഭഗവാന്റെ പാദങ്ങൾ. അപ്പോൾ ഭഗവാന്റെ പാദത്തിൻ്റെ അടുത്ത് പോയി നമുക്ക് എന്താണോ ആവശ്യം അത് ചോദിക്കുമ്പോൾ ആ പാദത്തിൽ നിന്ന് അതിനേതാ തരും. ഇതേപോലെ പശുവിൻ്റെ സ്വരൂപത്തിൽ നിൽക്കുന്ന സാക്ഷാൽ ഭഗവാനിൽ നിന്ന് ഓരോരോ ആളുകൾക്കും ആവശ്യമുള്ളതിനെ അവരിതാ കറന്നതാ എടുത്തു അത്രേ. ആവശ്യമുള്ളതിനെ കറന്നെടുത്തു. ചിലവർക്ക് സംഗീതമാണ് ആവശ്യം, അവർ സംഗീതത്തിനെ കറന്നെടുത്തു. ചിലവർക്ക് ഭക്ഷണമാണ് ആവശ്യം, അതിനെ അവരിതാ കറന്നതാ എടുത്തു. ഇങ്ങനെ മഹാരാജാവ് തൻ്റെ കയ്യിലുള്ള വില്ലുകൊണ്ട് ഉയർന്നതായിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ സമതല പ്രദേശങ്ങളാക്കി മാറ്റി. ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴികളൊക്കെ ഇതാ ഉണ്ടാക്കി. അധികാരം ജനങ്ങളുടെ ഇടയിലേക്ക്, ശരിക്കും ഈ പഞ്ചായത്തി രാജൊക്കെ ആദ്യം ആരാ കൊണ്ടുപോകുന്നത് ചോദിച്ചാൽ ഇപ്പോഴത്തെ മഹാരാജാവാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് അധികാരമൊക്കെ അതാ കൊടുത്തു. അവർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ കൃഷിയിടങ്ങളൊക്കെ അതാ നിർമ്മിച്ചു. കുറേ കാർഷിക വസ്തുക്കളൊക്കെ അതാ ഉണ്ടായി. അപ്പം മഹാരാജാവ് യാഗം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ഒരു യാഗം മഹാരാജാവ് യാഗം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ അവിടേക്ക് ഈ ജനങ്ങൾ, മഹാരാജാവിനോട് നല്ല സ്നേഹമുള്ളതായിരിക്കുന്ന പ്രജകൾ തൻ്റെ കയ്യിൽ കിട്ടിയതായിരിക്കുന്ന ആ സാധനങ്ങളൊക്കെ പാടെ ഒന്നിച്ചതായിടത്ത് ഊഹു സർവരസാൻ നദ്യ, ഒരു നദി ഒഴുകി വരുന്നത് പോലെ സാധനങ്ങളൊക്കെ പാടെ യാഗത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു അത്രേ. അപ്പോൾ ഒരു യാഗം കഴിഞ്ഞപ്പോൾ പച്ചക്കറിയൊക്കെ കുറേ ബാക്കി, അരി പച്ചക്കറിയൊക്കെ ബാക്കി. അപ്പോൾ മഹാരാജാവ് വിചാരിച്ചു ഇനിയിപ്പോൾ അതെന്താ ചെയ്യുക, എന്നാ ഒരു യാഗോടി നടത്തുക. അപ്പോഴും അതെ ആളുകളൊക്കെ സാധനങ്ങൾ മുന്നിൽ കൊണ്ടുപോയി വെച്ചു അത്രേ. അപ്പോഴും കുറേ പച്ചക്കറിയൊക്കെ ബാക്കി. അപ്പോൾ പിന്നെ മഹാരാജാവ് ഒരു യാഗോടി നടത്തി. അങ്ങനെ 99 യാഗം നടത്തി മഹാരാജാവ്. യാഗം നടത്തുക പറഞ്ഞാൽ രാജാവാണ് നടത്തുന്നത്. മാത്രമല്ല രാജാവിനോട് ഇഷ്ടമല്ല ആൾക്കാരൊക്കെ പാടെ ഒരുമിച്ചതായി എത്തിച്ചേർന്ന് ഈ യാഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണ്ട. നമുക്ക് തന്നെ അറിയാലോ, നമ്മളെ അമ്പലത്തിൽ അല്ലേ സപ്താഹ യജ്ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആരാ സപ്താഹം നടത്തുന്നത്? ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള ഭഗവാനാണ് ഇത് ആ സപ്താഹം നടത്തുന്നത്. അപ്പോൾ ആ ഭഗവാനോട് സ്നേഹമുള്ളതായിരിക്കുന്ന ആൾക്കാർ, അടുത്ത വീട്ടിലുള്ള ആൾക്കാർ, അതിൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ, അപ്പം ഇതൊക്കെ വിജയിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് അന്വേഷിച്ച് അതൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് പോലെ ആളുകൾ കൊണ്ടുവന്നതായിരിക്കുന്ന സാധനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വന്ന സമയത്ത് പിന്നെയും യാഗം ചെയ്ത് 99 യാഗമായി. 100ാമത്തെ യാഗം ചെയ്യാനായിട്ട് പുറപ്പെട്ടപ്പോൾ ഈ 100 യാഗം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ദ്രൻ ഇരിക്കുന്ന കസാലേൻ്റെ മുകളിൽ ഇരിക്കാൻ ഒരാൾക്കും കൂടി അപ്ലിക്കേഷൻ കൊടുക്കുക. അതാർക്കും ഇഷ്ടമില്ല അല്ലേ. അവനവനിരിക്കുന്ന കസാലേൻ്റെ മുകളിൽ വേറെ ആൾ വന്നിരിക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നമ്മൾ തന്നെ സ്ഥിതി ആലോചിച്ചു. നമ്മൾ തന്നെ ഇപ്പം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ കസാല ആദ്യമേ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്നുള്ള രീതി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരാളവിടെ കയറി ഇരുന്നാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കുക. ഇതിപ്പോൾ സപ്താഹ മണ്ഡപം ആയതുകൊണ്ട് കൊടുത്തില്ല എന്നേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും അടിച്ചിട്ടുള്ള സ്ഥിതി അല്ലേ. അപ്പം അവനവനിരിക്കുന്ന സ്ഥാനത്ത് വേറൊരാൾ കയറിയിരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, ഇന്ദ്രനും ഇഷ്ടമല്ല അത്രേ. അങ്ങനെ ഇന്ദ്രൻ ആ യാഗം മുടക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. യാഗാശ്വത്തിനെ കട്ടുകൊണ്ടുപോയി. അപ്പോഴേക്കും യാഗം ചെയ്യുന്നതായിരിക്കുന്ന ഋത്തിക്കുകൾ മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ ഇന്ദ്രനാണ് ആ യാഗാശ്വത്തിനെ കട്ടുകൊണ്ടുപോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ഈ സുർവത്തിലുള്ള നെയ്യിലേക്ക് ഇന്ദ്രനെ അങ്ങോട്ട് ആവാഹിച്ച് ഇന്ദ്രനെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അഗ്നിയിലേക്ക് ഞങ്ങളിതാ ഹോമിക്കാൻ പറഞ്ഞു. ഇന്ദ്രന് കാര്യം മനസ്സിലായി.
ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇന്ദ്രൻ വേഗം ബ്രഹ്മാവ് ഇരിക്കണ കസാലേൻ്റെ കാല് പോയി പിടിച്ചു അത്രേ. ബ്രഹ്മാവിനോട് പറഞ്ഞു, ഞാൻ അതിൽ വീണാൽ അങ്ങോട്ടേ വീഴൂ കേട്ടോ പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, ഈ ഓരോരുത്തരും എന്തൊക്കെയാ കഴിക്കാതെ വിചാരിച്ചതല്ലേ. അപ്പോൾ കാര്യം മനസ്സിലായി. പൃഥു മഹാരാജാവിന് സാക്ഷാൽ ഭഗവാൻ തന്നെ അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രനും എത്തിച്ചേർന്നു. ഇന്ദ്രന് ഒരു പ്രത്യേക പേരുണ്ട്. എന്താണ് ഇന്ദ്രനൊക്കെ ഉള്ള പേര് അല്ലേ? ഇന്ദ്രൻ അനവധി കണ്ണുള്ള ആളാണ്. സഹസ്രാക്ഷൻ എന്നൊരു പേരുണ്ട് ഇന്ദ്രൻ. 1000 കണ്ണുള്ള ആളാണ് ഇന്ദ്രൻ. അപ്പൊ പൃഥു മഹാരാജാവ് ഭഗവാനെ കണ്ടതോടുകൂടി ഒരു വരം വാങ്ങിയത്രേ. എന്താ വരം? 1000 കാതുകൾ, 10000 കാതുകൾ ഞങ്ങൾക്ക് ഉണ്ടാവണേന്ന് പൃഥു മഹാരാജാവും ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഈ ഇന്ദ്രനെ 1000 കണ്ണുണ്ടായിട്ടും കാണേണ്ടതിന് ഇവന് കാണാനായിട്ട് സാധിക്കണില്ല? എനിക്ക് 10000 കാത് വേണമെന്ന് പറയാനുള്ള കാരണം എവിടെയൊക്കെയാണോ ഭഗവാനെ അങ്ങയുടെ കഥകൾ ഭഗവത് ഭക്തന്മാരിതാ പറയണത് അതൊക്കെ കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്ന പൃഥു മഹാരാജാവ് പറയുന്നു. അതിന് പൃഥു മഹാരാജാവ് വലിയ സത്രങ്ങളൊക്കെ നടത്തി. ഗംഗായമുനയോറന്നദ്യോരന്തര, ഗംഗാ യമുന നദികളുടെ ഇടയിൽ പൃഥു മഹാരാജാവ് സജ്ജന സംസർഗം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സത്രങ്ങളൊക്കെ നടത്തി. ആ സത്രത്തിലേക്ക് സനകാദി മഹർഷീശ്വരന്മാർ എത്തിച്ചേർന്നു. സനകാദികളെ കണ്ട ഉടനെ തന്നെ സത്രം നടത്തുന്നതായിരിക്കുന്ന ആൾക്കാർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സുഖല്ലേ ചോദിച്ചു. സുഖല്ലേ ചോദിച്ച ഉടനെ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ അറിയാതെ ചോദിച്ചു പോയതാണ്. അല്ല, എല്ലാ സമയത്തും ഭഗവാനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന സനകാദികളെ നിങ്ങൾ എപ്പോഴും സുഖമല്ലേ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അറിയാതെ ചോദിച്ചു പോയത്. ഭഗവാൻ എപ്പോഴും ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല. അതുകൊണ്ട് പരമമായിരിക്കുന്ന ആനന്ദം ഉണ്ടാവാൻ ക്ഷേമക്കേന അഞ്ചസാ ഭവേൽ, അഞ്ചസാ ക്ഷേമം കേന ഭവേത്, പെട്ടെന്ന് തന്നെ ആനന്ദം ഉണ്ടാവാൻ എന്താ വേണ്ടത് അത് ഞങ്ങളോട് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോൾ ഷഡ്വർഗനക്രമസുഖേന തിരീരിഷന്തി, നമ്മളെ ജീവിതത്തിൽ നമ്മളെ കടിച്ചതായിരിക്കുന്ന കർമ്മപാശങ്ങളെ, കർമ്മമാകുന്ന മുതലകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനോ സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളെ നന്നായിട്ട് ആശ്രയിക്കൂ. ദുഃഖപൂരിതമായിരിക്കുന്ന ഈ ലോകത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ദുഃഖമാകുന്ന ഈ ലോകത്തിൽ താമസിക്കുമ്പോൾ ദുഃഖം നമ്മളെ ബാധിക്കാതിരിക്കണം. അല്ലാതെ ഈ ദുഃഖമാകുന്ന ലോകത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് ഓടിപ്പോകാൻ പറ്റില്ല. എവിടെ പോയി കഴിഞ്ഞാലും അവിടെയും ലോകം തന്നെ, അവിടെയും ദുഃഖം തന്നെയാണ്. അപ്പോൾ എന്ത് വേണം? നമ്മൾ ആ ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആകപ്പാടെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കൃത്തോട്